أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك، فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد سيد الأولين والآخرين وقائد الغر المحجلين سيد العرب والعجم محمد بن عبد الله صلوات ربي وسلامه عليه وعلى آله وصحبه وعترته ومن والاه. أعوذ بالله السميع العليم من الشيطان الرجيم. إلا تنصروه فقد نصره الله. إلا تنصروه فقد نصره الله. إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. SYS ഊരകം പുല്ലഞ്ചാൽ ശാഖാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ സമാപന ദിവസം മജ്ലിസുന്നൂർ വാർഷികവും ദീനി പ്രഭാഷണവുമാണിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആദ്യമായി ഇതിൻ്റെ സംഘാടകരെ, സമസ്ത കോർഡിനേഷൻ ഊരകം പുല്ലഞ്ചാൽ കമ്മിറ്റി ഭാരവാഹികൾ, നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. അല്ലാഹു നമ്മുടെ പരിശ്രമങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാന്യനായ പങ്ങാട്ട് യൂസുഫ് ഹാജി അവറുകൾ ഈ വേദിയിലുണ്ട്. അദ്ദേഹം അബുദാബിയിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ ഒരു പ്രത്യേകത, ഏത് പരിപാടികളുണ്ടെങ്കിലും എത്ര തിരക്കിനിടയിലാണെങ്കിലും അദ്ദേഹം നമ്മുടെ എല്ലാ പരിപാടികളിലും സംബന്ധിക്കാറും സഹായിക്കാറുമുണ്ട്. അത് വലിയ സന്തോഷമാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും മക്കളിലും അവരുടെ ബിസിനസ്സുകളിലും ഏർപ്പാടുകളിലും യാത്രയിലുമൊക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവറുകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ. അധ്യക്ഷൻ മുഹമ്മദ് കുട്ടി ഹാജി അവറുകൾ, ഇവിടെ പ്രാർത്ഥന നിർവഹിച്ച ഹംസ മുസ്ലിയാർ, വേദിയിലുള്ള KK മൻസൂർ കോയത്തങ്ങൾ, ഇസ്മായിൽ ഫൈലി, ബഷീർ നിസാമി, അനീൻ തങ്ങൾ, KP ചെറുത് ഹാജി, അതുപോലെ PI ഇസ്ഹാഖ് ഹാജി, OK ഹസീബ് സാഹിബ്, ഹസ്ബുല്ല ബദ്രി തുടങ്ങിയുള്ള ലത്തീഫ് മണ്ണിശ്ശേരി അടക്കമുള്ള നമ്മുടെ ഈ സംഘാടക വേദിയുടെ പ്രഗത്ഭരായ സാരഥികളെ, സമയം
10 മണിയാവാറായി. കൂടുതൽ നേരം മഞ്ഞ് പെയ്യുന്ന ഈ രാവിൽ നിങ്ങളെ ഇരുത്തി വിഷമിപ്പിക്കുക സാധ്യവുമല്ല. അതുകൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ ഈ പരിശുദ്ധമായ വേദിയിൽ നമുക്ക് മജ്ലിസുൻ നൂർ വിഭാവനം ചെയ്യുന്ന ഒരു ആത്മീയ സായുജ്യമുണ്ട്. അസ്ഹാബുൽ ബദർ, സ്വഹാബികളിൽ ഹൈ റാങ്കിങ് സ്വഹാബികളാണ് സ്വഹാബുൽ ബദർ, ബദരീങ്ങളായ സ്വഹാബിമാർ. ഉമർ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഏറ്റവും അടുത്ത് മഹാനോട് ഇടപഴകുന്ന സ്വഹാബിമാർ മുഴുവനും ബദരീങ്ങളായിരുന്നു എന്നാണ് സത്യം. ബദരീങ്ങളുടെ ഒരു കോർ കമ്മിറ്റി ഉമർ തങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഖലീഫയായിരുന്ന കാലം അവരെ കൊണ്ട് നടക്കുക, അവരോടാണ് മശ്വറ ചെയ്യുക. വലിയൊരു തെറ്റ്, ഒരു സൈനിക നടപടി എന്ന നിലക്ക് നോക്കുമ്പോൾ ഗുരുതരമായൊരു പിഴവ് സംഭവിച്ചപ്പോൾ പോലും ബദരിയായ ഹാത്തുബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിൽ നിരുപാധികം മാപ്പ് കൊടുത്തുകൊണ്ടാണ് പുണ്യനബി തങ്ങൾ പറഞ്ഞത്, വമാ യുദ്രീക യാ ഉമർ ലഅല്ലല്ലാഹ തഅല അലാ അഹ്ലി ബദരിൻ ഫഖാൽ യഅമലൂ മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലഹും ഫഇന്നി ഗഫർതു ലക്കും. ഉമറേ, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അള്ളാഹു ബദരീങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടത് ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്ന് അള്ളാഹു ബദരീങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാത്തിബ് റളിയല്ലാഹു അൻഹു നമ്മുടെ ഒരു സൈന്യത്തിൻ്റെ രഹസ്യം ചോർത്തിക്കൊടുത്തതിന് അദ്ദേഹത്തെ വധിക്കണമെന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് ഉമർ തങ്ങളോട് ചോദിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഫതഹ് മക്കയുടെ തൊട്ടുമുമ്പുള്ള ആ ഒരു സൈനിക നടപടി, എക്സ്പെഡിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുണ്യനിബിതങ്ങൾ ചില യാത്രകളെ വളരെ രഹസ്യമാക്കി വെക്കാറുണ്ട്. ആ രഹസ്യമാക്കി വെച്ചതിൽ ഒരു യാത്രയായിരുന്നു ഇത്. മക്കയിൽ നിന്ന് വന്ന ഒരു വേലക്കാരി പെണ്ണുണ്ടായിരുന്നു, സാറ എന്ന് പറയുന്ന പെണ്ണ്. ആ പെണ്ണിൻ്റെ മുടിക്കെട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടൊരു കത്ത് ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിൻ്റേത് മക്കയിലേക്ക് പോകുന്നുണ്ട് എന്ന് വഹയി ലഭിച്ചു റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൈന്യം മക്കയിലേക്ക് പോവുകയാണ്. പുറപ്പെടാനിരിക്കുന്നേ ഉള്ളൂ. സ്വഹാബികൾക്കറിയാം, തങ്ങൾ പറഞ്ഞു നമ്മൾ മക്കയിലേക്കാണ് പോകുന്നത്, പക്ഷേ അത് രഹസ്യമാണ്. അത് ചോർത്തി മഹാനായ ഹാത്തിബ് റളിയല്ലാഹു അൻഹു അതിനെ ചോർത്താൻ ശ്രമിച്ചു. അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. മാ ഹമലക ഹാദാ യാ ഹാത്തിബ്, ഹാത്തിബേ നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്തു? ആ പെണ്ണിൻ്റെ അടുത്ത് ആ ഒരു കത്ത് പിടിച്ചടക്കാൻ വിധങ്ങൾ ആഹ്വാനം ചെയ്തു. അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ളൊരു സംഘം ആ പെണ്ണിനെ മദീനയുടെ പരിസരത്ത് വെച്ച് യാത്രാമധ്യേ പിടിക്കുകയുണ്ടായി. ചരിത്രം നിങ്ങൾ കേട്ടതും അറിഞ്ഞതൊക്കെ ആയിരിക്കും. സാറാ, നിൻ്റെ കയ്യിലുള്ള കത്തെടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ സാറ പറഞ്ഞു, എൻ്റെ അടുത്തൊരു കത്തുമില്ല എന്ന് പറഞ്ഞു. നിൻ്റെ കയ്യിൽ അങ്ങനെ ഒരു കത്തുണ്ട് എന്ന് ഞങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങൾ വിവരം തന്നിട്ടുണ്ട്. അത് പറഞ്ഞു, എൻ്റെ അടുത്തില്ല. ആകാശലോകത്ത് നിന്ന് സത്യസന്ധമായ വിവരം അള്ളാഹു നൽകുന്ന നബിയാണ് ഞങ്ങളുടെ റസൂൽ. ആ റസൂല് പറഞ്ഞു, സാറ നിൻ്റെ കയ്യിൽ ഒരു കത്തുണ്ട്, അത് ഞങ്ങൾക്ക് തരണം. പറഞ്ഞു, എൻ്റെ അടുത്തില്ല എന്ന്. അപ്പോൾ അലി തങ്ങളൊരു വാക്ക് പറഞ്ഞു, സാറ നിൻ്റെ
ഭാണ്ഡങ്ങളും വസ്ത്രങ്ങളടക്കം അഴിച്ചിട്ടേ ആ കത്ത് ലഭിക്കൂ എങ്കിൽ ഞങ്ങളത് വാങ്ങിയിട്ടേ ഇവിടെ നിന്ന് പോകുള്ളൂ എന്നാണ്. അപ്പോൾ പേടിച്ചു. അങ്ങനെ മുടിക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചുരുട്ടിപ്പിടിച്ചൊരു തോൽക്കഷ്ണം കൊടുത്തു. അത് തുറന്നു നോക്കുന്നത് ഹബീബിൻ്റെ മുമ്പിൽ എത്തിയപ്പോഴാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുറന്നു നോക്കുമ്പോൾ അത് മിൻ ഹാത്തിബിൻ ഇലാ ഉലമാഇ ഖുറൈശ്. ഹാത്തിബ് എന്നവർ ഖുറൈശികളിലെ പ്രമാണിമാർക്ക് കൊടുക്കുന്ന കത്തായിരുന്നു അത്. അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ഏതെങ്കിലും തരത്തിലൊരു യുദ്ധം നടക്കുകയാണെങ്കിൽ എൻ്റെ കുടുംബത്തെ നിങ്ങളാരും ഒന്നും ചെയ്യരുത്. ഞാൻ ഈ രഹസ്യം നിങ്ങൾ അറിയിക്കുന്നു. പുണ്യനബിയും അനുയായികളും മക്കയിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് എൻ്റെ കുടുംബത്തെ നിങ്ങളാരും തുടരുത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പുണ്യനബിയോടൊരു വാക്ക് പറഞ്ഞു: നബിയെ, ദഅനി അദ്രിബ് ഉനുഖ ഹാദൽ മുനാഫിഖ്. ഈ കപടവിശ്വാസിയുടെ കഴുത്ത് ഞാനങ്ങ് വെട്ടട്ടെയോ നബിയെ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പച്ചയിൽ അങ്ങനെ അങ്ങ് ചോദിച്ചു. നബി ഞങ്ങൾ ചോദിച്ചു: ഹാത്തിബേ, നിങ്ങൾ എന്തേ ഇങ്ങനെ ചെയ്യാൻ കാരണം? ഏതൊരു വിഷയത്തിനൊരു കാരണം, ഒരു മോട്ടീവ്. എന്തുകൊണ്ട് ചെയ്തു, എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു, എന്താണ് ആ സാഹചര്യം? ഇത് മനസ്സിലാക്കൽ ഇസ്ലാമിൻ്റെ ഫിഖ്ഹിൻ്റെ ഒരു ഭാഗമാണ്. ആരെങ്കിലും മോഷണം ചെയ്താൽ കൈമുറിക്കപ്പെടും. ഇസ്ലാമിൻ്റെ നിയമം അതാണ്. ഫി റുബ്ഉ ദീനാർ, ഒരു ദീനാറിൻ്റെ 4/1 വിലമതിക്കുന്ന സാധനം മനഃപൂർവ്വം മോഷണം ചെയ്താൽ കൈമുറിക്കപ്പെടുമെന്ന് ഇസ്ലാമിൻ്റെ കോടതി നിയമം അതാണ്. ഒരാൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് തൗബ ചെയ്ത് സാധനം തിരിച്ചൊളിപ്പിച്ച് അള്ളാഹുലേക്ക് മടങ്ങാം. പക്ഷേ അത് കോടതിക്ക് മുമ്പിലേക്ക് വന്നാൽ അവിടെ കോടതിയുടെ നടപടി അങ്ങ് കൈമുറിക്കുന്നതാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഒരാളുടെ മോഷണക്കുറ്റം വന്നപ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചു: എന്തേ നീ മോഷ്ടിക്കാൻ കാരണം ചോദിച്ചു. അപ്പം അന്ന് ആമുൽ മജാഅ, ദാരിദ്ര്യമുള്ള കാലമാണ്, പട്ടിണി കിടക്കുന്ന കാലമാണ്. ഇയാൾ മോഷ്ടിച്ചതാണെങ്കിലോ ഭക്ഷണമാണ്. പറഞ്ഞു: ഉമർ എന്നവരെ, വിശന്നിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് മോഷ്ടിച്ചു. അഫാ അൻഹു ഉമർ. ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ ശിക്ഷിച്ചിട്ടില്ല, വെറുതെ വിട്ടു എന്നാ ചരിത്രം. അദ്ദേഹത്തിൻ്റെ സാഹചര്യം അതായിരുന്നു. ഹാത്തിബേ, നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോഴേ ഹാത്തിബ് എന്നവരുടെ മറുപടി: നബിയേ, നിങ്ങൾ ഓരോരുത്തർക്കും മക്കയിൽ കുടുംബക്കാരുണ്ട് നബിയേ. അങ്ങയുടെ അനുയായികളുണ്ട്, അഷീറത്തുണ്ട്, കബീലക്കാരുണ്ട്. എന്തെങ്കിലും ഒരു യുദ്ധം മക്കയിൽ നടക്കുകയാണെങ്കിൽ ഖുറൈശികൾ മുസ്ലിമീങ്ങളെയും അവരുടെ വീടുകളും ലക്ഷ്യമാക്കി ഒരു അക്രമം അഴിച്ചുവിടുകയാണെങ്കിൽ നബിയെ, അങ്ങയുടെ സ്വഹാബിമാരിൽ ഓരോരുത്തരുടെയും ബന്ധുക്കൾക്ക് തറവാടിൻ്റെ മഹിമ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയും. അവരാരും തൊടില്ല. എന്നാൽ എൻ്റെ പാവമായ കുടുംബത്തിന് ആരും അവിടെ സെക്യൂരിറ്റി നിൽക്കാനില്ലായിരുന്നു നബിയെ. അതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒരു വിവരം ചോർത്തിയത്. എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു: നബിയെ, ഇത് കപടവിശ്വാസമാണ്. ഒരു സൈന്യത്തിന്റെ നടപടി ചോർത്തിക്കൊടുക്കുകയോ? അന്നേരമാ നബി ഞങ്ങൾ പറഞ്ഞത്: ഉമറേ, ഇതാരാണെന്നറിയുമോ? ഇത് ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ എന്ന സ്വഹാബി. ആരാ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇത് ബദരിയാണ്, ബദരിയായ സ്വഹാബിയാണ്. അതുകൊണ്ട് നബി ഞങ്ങൾ ഒരൊറ്റ കാര്യം പറഞ്ഞു: ലഅല്ലല്ലാഹ തഅല അലാ അഹ്ലി ബദരിൻ ഫഖാൽ. ഉമറേ, നിങ്ങൾ അറിഞ്ഞോ, ബദരീങ്ങളോട് മുഴുവനും അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്: ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം. ഫഇന്നീ ഗഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്ന് അല്ലാഹു ബദരീങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഉമറേ, നിങ്ങൾക്കതറിയുമോ? ബദരീങ്ങളോട് അങ്ങനെ നിങ്ങൾ വേണ്ടത് ചെയ്തോളൂ എന്ന് പറഞ്ഞാലൊന്നും ബദരീങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യുന്നവരല്ല. അത് ഹബീബാ നബി തങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ഉമറേ, ഹാത്തിബ് എന്നവർക്ക് നിരുപാധികം നമ്മൾ മാപ്പ് കൊടുക്കുകയാണ്.
നിരുപാധികം. എന്തേ കാരണം എന്നറിയോ? ബദരിയാണ് റളിയല്ലാഹു അൻഹു. അതാണ് ബദരീങ്ങളുടെ പവർ. ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വന്ന് നബി തങ്ങളോട് ചോദിച്ചിരുന്നു, നബിയെ, എൻ്റെ മകൻ ഹാരിസ ബദറിലെ ശുഹദാക്കളിലുണ്ട്. 14 ശുഹദാക്കളിൽ എൻ്റെ മോൻ ഹാരിസയുണ്ട് നബിയെ എന്ന് പറഞ്ഞൊരു നബിയെ. അംഫിൽ അഹുവ ഫിൽ ജന്നതി ഫഅഫറഹു ല അം ഫിന്നാരി ഫഉഅസ്സി. എൻ്റെ മകൻ ഹാരിസ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് പറയൂ നബിയെ. അവൻ സ്വർഗത്തിലാണെങ്കിൽ ഞാനൊന്ന് സന്തോഷിച്ചോട്ടെ, എൻ്റെ മകൻ ഹാരിസ നരകത്തിലാണെങ്കിൽ ഞാനൊന്ന് മനം പൊട്ടി കരഞ്ഞോട്ടെ നബിയെ ഒന്ന് പറഞ്ഞു തരൂ. ഹബീബിന്റെ മറുപടി, വമാ അദ്റാകി യാ ഉമ്മ ഹാരിസ, ഹാരിസയുടെ ഉമ്മ, നിങ്ങൾക്ക് എന്തറിയാം? മിന്നമാ ഹുവ ജിനാൻ. സ്വർഗമെന്ന് പറയുന്നത് ഒരുപാട് സ്വർഗങ്ങളാണ്, ഒരുപാട് ലെവലുകളാണ്. ശുഹദാക്കൾക്ക് മാത്രം സ്വർഗത്തിൽ 100 തട്ടുകളുണ്ടെന്നാണ്, ശുഹദാക്കൾക്ക് മാത്രം. നിങ്ങളുടെ മോൻ ഹാരിസ ആ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതങ്ങളിലാണ് നിൽക്കുന്നത് എന്ന് ഹാരിസ റളിയല്ലാഹു അൻഹു എന്ന ബദരിയായ സ്വഹാബിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവരുടെ ചരിത്രം വായിക്കണം, അവരുടെ ഇസ്മുകൾ ചൊല്ലണം, അവരുടെ പരിപാവനമായ അസ്മാഉകളെ തവസ്സുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന മജ്ലിസുന്നൂർ എന്ന പരിപാവനമായ ആ ഒരു മജ്ലിസ് അള്ളാഹു നമുക്ക് എല്ലാവിധ ഫിത്നകളിൽ നിന്നും കാവലിന് അള്ളാഹു വെക്കുന്നൊരു കവചമാണ്. അള്ളാഹു സമാധാനം ശാന്തിയും നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ സംഘടനാ തലങ്ങളിൽ, നമ്മുടെ രാജ്യത്ത്, ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തും അള്ളാഹു സക്കീനത്ത് ഇറക്കിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമാധാനത്തിന് സക്കീനത്ത് എന്ന് പറയാം. സമാധാനം ലഭിക്കാൻ ഖുർആനിലെ 6 സക്കീനത്തിന്റെ ആയത്തുകൾ ഓതണം എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. 6 ആയത്തുകളുണ്ട്. ഒന്ന് സൂറത്തുൽ ബഖറയിലാണ്, 2 ആയത്തുകൾ സൂറത്തു തൗബയിലാണ്, പിന്നെ 3 ആയത്തുകൾ സൂറത്തുൽ ഫത്ഹിലാണ്. ഈ ആയത്തുകൾ ഓതുന്നവർക്ക് അള്ളാഹു സമാധാനം ഇറക്കി തരുന്നു. അതിലൊന്ന് സൂറത്തുൽ ബഖറയിലെ അവസാന ഭാഗം 248-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم. وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم. سورة التوبة يعني. ثم أنزل الله سكينته على رسوله وعلى المؤمنين. തൗബയുടെ 26-ാമത്തെ ആയത്തിന്റെ ഭാഗമാണത്. ثم أنزل الله سكينته على رسوله وعلى المؤمنين. 3-ാമത്തേത് ആയത്തിന്റെ ഭാഗമാണ് തുടക്കത്തിൽ നമ്മൾ ഓതി വെച്ചത്. إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها. سورة التوبة 40-ാമത്തെ ആയത്ത്. 4-ാമത്തേത് هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم. سورة الفتح. 5 لقد رضي الله عن المؤمنين إذ يبايعونك تحت الشجرة
فعلم ما في قلوبهم فأنزل السكينة عليهم وأثابهم فتحا قريبا. സൂറത്തുൽ ഫത്ഹ് തന്നെ 18-ാമത്തെ ആയത്ത്. ആറാമത്തേത് ഇദ് ജഅലല്ലദീന കഫറൂ ഫീ ഖുലൂബിഹിമുൽ ഹമിയ്യത ഹമിയ്യതൽ ജാഹിലിയ്യ ഫഅൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ. സൂറത്തുൽ ഫത്ഹ് 26-ാമത്തെ ആയത്ത്. ഈ 6 ആയത്തുകളും സകീനത്തിന്റെ ആയത്തുകൾ എന്നാ പറയാ. ഖുർആനിലെ സകീനത്തിന്റെ ആയത്തുകളാണ്. സകീനത്ത് എന്ന് പറഞ്ഞാൽ മനസ്സമാധാനം, ആശ്വാസം, റാഹത്ത്. ഹൃദയങ്ങൾക്ക് വേദനയും ബുദ്ധിമുട്ടുകളും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഇന്ന് എല്ലാവരും വിദ്യാർത്ഥിനികളടക്കം സ്കൂളിലും മദ്രസയിലും പോകുന്ന കുട്ടികളടക്കം ടെൻഷൻ അടിച്ച് നടക്കുന്ന കാലമാണ്. നമ്മളൊക്കെ പഠിച്ചിരുന്ന കൊച്ചുകാല സ്കൂളിൽ പോകാന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നു, അങ്ങനെ തിരിച്ചു വരുന്നു. ഹാജർ കിട്ടിയവനും കിട്ടി, പഠിച്ചവൻ പഠിച്ചു, പഠിക്കാത്തവൻ പഠിച്ചില്ല. ഇന്ന് അങ്ങനെയല്ല. കൃത്യമായ ഹോംവർക്കും പ്രൊജക്റ്റുകളും അതും ഇതൊക്കെയായി കുട്ടികളും ബിസിയാണ്, മുതിർന്നവരും ബിസിയാണ്. ജീവിതത്തിൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് കയറി വന്ന് മനസ്സുകൾക്ക് താളപ്പിഴയുണ്ടാകുന്ന ഒരു സമയത്ത് അള്ളാഹു നമ്മുടെ മനസ്സുകൾക്ക് സകീനത്ത് നൽകട്ടെ. അതിനുള്ള വഴികളാണ് ഈ 6 ആയത്തുകൾ എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. പുണ്യനിബിതങ്ങളും സ്വഹാബികളും തബൂക്കിലേക്ക് പോകുന്ന സമയം, തബൂക്ക് യുദ്ധം നടക്കുമ്പോൾ ഹബീബായ നിബിതങ്ങൾ തബൂക്കിലേക്ക് വരാൻ വേണ്ടി ആഹ്വാനം ചെയ്തപ്പോൾ അവിടുത്തെ കപടവിശ്വാസികളിൽ ചില ആളുകൾ ഇപ്പൊ വേണോ, ചൂടല്ലേ, ജൂലൈ മാസത്തിലെ ചൂടാണെന്ന്, അതുകൊണ്ട് നബിയെ അടുത്ത മാസം പോയാൽ പോരെ, നമ്മുടെ ഈത്തപ്പഴങ്ങളൊക്കെ ഒന്ന് പറിച്ച് വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പോയാ പോരെ. തങ്ങൾ പറഞ്ഞു പോരാ, ഇപ്പൊ തന്നെ പോകണം. അന്നേരം അല്ലാഹു ഇറക്കിക്കൊടുത്ത ആയത്താണത്, സൂറത്ത് തൗബയിലെ ഇല്ലാ തൻസുറൂ. എന്റെ നബിയെ നിങ്ങളാരും സഹായിച്ചില്ല എന്നിരിക്കട്ടെ, ഫഖദ് നസറഹുല്ലാഹ്, അല്ലാഹു ഞാൻ എൻ്റെ റസൂലിനെ സഹായിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളാരും എൻ്റെ ഹബീബിൻ്റെ കൂടെ തബൂക്കിലേക്ക് വന്നില്ല എന്ന് വിചാരിക്കുക. അതുകൊണ്ടൊന്നും എൻ്റെ ഹബീബിന് ഒരു പ്രയാസവും വരികയില്ല. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ ثاني اثنين إذ هما في الغار. എപ്പോഴാണ് റസൂലിനെ അല്ലാഹു സഹായിച്ചതെന്നറിയുമോ? ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ, അവിശ്വാസികളായവർ, അല്ലാഹുവിനെ വിശ്വസിക്കാത്തവരെ, ബഹുദൈവ ആരാധന നടത്തിയവരെ, കാഫിറുകളായവർ അല്ലാഹുവിൻ്റെ റസൂലിനെ മക്കയിൽ നിന്ന് പുറത്താക്കിയ സമയം, ആ യാത്ര ഹിജ്റയുടെ യാത്രയാണ്. രണ്ടുപേർ, ആ രണ്ടുപേരിൽ രണ്ടാമൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വാഹിബും കൂട്ടുകാരനുമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ നേരം, ലാ തഹസൻ, സിദ്ദീഖേ നിങ്ങൾ സങ്കടപ്പെടരുത്, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. ലാ തഹസൻ, അറബ് ലോകത്തൊരു കിതാബുണ്ട് അങ്ങനെ, ആയിദുൽ ഖർണിയുടെ ലാ തഹസൻ, ഡോണ്ട് ബി സാഡ്, സങ്കടപ്പെടരുത്. ഇത് ഇംഗ്ലീഷിലും പരിഭാഷ ചെയ്തിട്ടുണ്ട്, അറബിയിലുമുണ്ട്. അറബ് ലോകത്തെ ഇസ്ലാമിക് ലിറ്ററേച്ചറുകളിലെ ബെസ്റ്റ് സെല്ലർ അവാർഡ് കിട്ടിയ പുസ്തകമാണത്. ലാ തഹസൻ, സങ്കടപ്പെടരുത്, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു കിതാബാണ്. ഹദീസുകളും ആയത്തുകളും ചരിത്രങ്ങളെയും വിളക്കിച്ചേർത്ത് കൊച്ചു കൊച്ചു സെന്റൻസുകളിലായി ആയിദുൽ ഖർണിയുടെ അദ്ദേഹത്തിൻ്റെ അറബി ഭാഷ നൈപുണ്യം വളരെ മനോഹരമാണ്. അത് മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലാ തഹസൻ എന്ന അതിൻ്റെ പേര്, സങ്കടപ്പെടരുത്, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്.
ആയിദുൽ ഖർണിയുടെ എല്ലാ ആശയങ്ങളോടും നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഈ പുസ്തകം വളരെ മനോഹരമാണ്. സങ്കടപ്പെടരുത് നാം വാക്കിൻ്റെ അർത്ഥം. ലാ തഹ്സൻ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. സിദ്ദീഖേ, സങ്കടപ്പെടരുത്, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. സൗർ ഗുഹയുടെ ഉള്ളിൽ ഹബീബായ നബി തങ്ങൾ ഇരിക്കുമ്പോ സിദ്ദീഖ് തങ്ങൾ കൂടെയുണ്ടല്ലോ. ശത്രുക്കൾ അവരെ അന്വേഷിച്ചു വന്ന് ശത്രുക്കളുടെ കാലിലേക്ക് സിദ്ദീഖ് തങ്ങളുടെ കണ്ണ് പതിഞ്ഞപ്പോൾ പറഞ്ഞുപോയി, നബിയേ, ലൗ അന്ന അഹദഹും നദറ തഹ്ത ഖദമൈഹി ലറആനാ യാ റസൂലല്ലാഹ്. നബിയേ, അവരാരെങ്കിലും ഒന്ന് കണ്ണു താഴ്ത്തിയാൽ നമ്മെ കണ്ടുപോകുമല്ലോ നബിയേ. കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ കണ്ടുപോകുമല്ലോ. ആ സമയം പേടിച്ചു നിൽക്കുകയും നബി തങ്ങളുടെയോ സിദ്ദീഖ് തങ്ങളുടെയോ തല കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം സമ്മാനം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നത്. 100 ഒട്ടകമാണ് സമ്മാനം. ആ പ്രൊജക്റ്റ് ഹബീബായ നബി തങ്ങളുടെയും സിദ്ദീഖ് എന്നവരുടെയും യാത്രയെ വഴിമുടക്കുക മാത്രമല്ല, അവരെ ഇല്ലായ്മ ചെയ്യാനുള്ളതായിരുന്നു. ആ ശത്രുക്കളാണ് വാളും പിടിച്ചു വന്ന് സൗറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചിലരൊക്കെ അവിടെ മൂത്രൊഴിക്കുക വരെ ചെയ്തു. നോക്കണേ, അവർക്ക് നോക്കാൻ തോന്നിയില്ല. ആ ഗുഹാമുഖത്ത് ചിലന്തിയുടെ വലയുണ്ടായിരുന്നു. മാടപ്രാവ് അവിടെ കൂടുകൂട്ടിയിരുന്നു. അപ്പൊ അവരുടെ അക്കല് കൊണ്ടവർ ചിന്തിച്ചു, ഇതിനുള്ളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ദീസ് വെബ്സ് ഷുഡ് ബി റിപ്ഡ്. എന്തായാലും ആ വലകളൊക്കെ എന്തായാലും പൊട്ടിപ്പോകും. അതൊന്നും അങ്ങനെ നിൽക്കൂലല്ലോ. ഒരാൾ ഉള്ളിൽ പോയിട്ട് കയറി ഇറങ്ങി നടക്കുമ്പോൾ അവിടെ ചിലന്തി വലയൊന്നും അവിടെ നിൽക്കില്ല. അപ്പൊ ആരും അതിൻ്റെ ഉള്ളിലില്ല. അങ്ങനെ അവരെ ലോജിക്ക് ഉപയോഗിച്ചു അവർ ചിന്തിച്ചു. അള്ളാഹു അവരങ്ങനെ ചിന്തിപ്പിച്ചു. നോക്കണേ, അവർ നോക്കുക പോലും ചെയ്തില്ല. فأنزل الله سكينته عليه. അള്ളാഹുവിന്റെ സമാധാനം അള്ളാഹു പരിശുദ്ധ റസൂലിന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തു. അലൈഹിമാന്നാ പറയേണ്ടത്, 2 പേരുണ്ട് അവിടെ. പക്ഷെ അള്ളാഹു പറഞ്ഞത് ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ. നിങ്ങളാരും കാണാത്ത ഒരു സൈന്യത്തെ അള്ളാഹു ഹബീബിന് വേണ്ടി അവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ചിലന്തി വലയാണോ ആ സൈന്യം? അല്ല, അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. മാടപ്രാവുകളാണോ സൈന്യം? അതും കാണാൻ പറ്റുന്ന സംഗതികളാണ്. ലം തറൗഹാ, നിങ്ങളാരും അവരെ കണ്ടിട്ട് പോലുമില്ല. എന്റെ ഒരു സൈന്യം അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. കാരണം അല്ലാഹ് എന്ന ഇസ്മ ഉച്ചരിക്കപ്പെടുമ്പോഴേക്കും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ ഇറങ്ങുന്നതാണ്. അല്ലാഹ് എന്ന ഇസ്മിന്റെ ഒരു പ്രത്യേകത, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞു നോക്കി. ഇന്നല്ലാഹ മഅനാ, ഇന്നല്ലാഹ മഅനാ, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു മഅനാ, നമ്മളോടൊപ്പമുണ്ട്. അത് ശരിക്കും ഖൽബിലേക്ക് അങ്ങോട്ട് കയറണം. അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. പ്രതിസന്ധികളിൽ കൂടെയുണ്ട്, സന്തോഷത്തിൽ കൂടെയുണ്ട്, ഒറ്റയ്ക്ക് കൂടെയുണ്ട്, കൂട്ടത്തിലും കൂടെയുണ്ട്. മാ യകൂനു മിൻ നജ്വാ തലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും. നിങ്ങൾ 3 പേര് അടക്കം പറഞ്ഞ് സ്വകാര്യം പറഞ്ഞാൽ 4-മനായി അല്ലാഹു നിങ്ങളോടൊപ്പമുണ്ട്. ഖുർആൻ പറയാം, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു കഴുത, തങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു മൃഗം, അതിന്റെ കാലിടറി ഹബീബായ നബി തങ്ങൾ വീഴാൻ പോകുമ്പോൾ കൂടെയുള്ള സ്വഹാബികൾ ആരോ പറഞ്ഞു, തഅസ ശൈത്വാൻ, പിശാച് നിന്ദ്യനായി മാറട്ടെ, പിശാച് നശിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു വാക്ക് പറയുന്നത്? ഫഇന്നഹു, തീർച്ചയായും ഇദാ ദുകിറല്ലാഹ്,
അല്ലാഹുവിന്റെ പേര് പറയുകയാണെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അവിടെ അല്ലാഹുണ്ട്. അഊദു ബില്ലാഹി, അത് അല്ലാഹയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. തഇസ ശൈത്വാൻ, പിശാച് അവൻ ഇല്ലായ്മ ചെയ്യപ്പെടട്ടെ, അവൻ നിന്ദ്യനായി മാറട്ടെ, അവൻ നശിച്ചു പോകട്ടെ എന്ന് പറയുന്നതിന് പകരം അല്ലാഹു പിശാചിനെ നശിപ്പിക്കട്ടെ, അല്ലെങ്കിൽ അല്ലാഹുവിൽ നമ്മൾ കാവൽ ചോദിക്കുന്നു പിശാചിൽ നിന്ന് എന്നായിരുന്നു പറഞ്ഞിരുന്നത് എങ്കിൽ ലഖനസ, പിശാചവിടെ മുഖം താഴ്ത്തുകയും നിന്ദ്യനായി മാറുകയും ചെയ്യുമായിരുന്നു. അവന്റെ പേര് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഇസ്മ പറഞ്ഞിട്ട് അവനെന്ന് കാവൽ ചോദിക്കുകയാണ് വേണ്ടിയിരുന്നത്. വെറും പിശാച്ച് നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ പിശാച്ചിന് ഒരുപക്ഷെ ശക്തി കൂടുകയാണ് ഉണ്ടാവുക. എന്നാൽ അല്ലാഹ് എന്ന് ഇസ്മ അവിടെ ഉച്ചരിക്കപ്പെടുന്നതോടുകൂടെ പിശാച്ചിന്റെ ശക്തി അവിടെ ഇല്ലായ്മ ചെയ്യപ്പെടും, അവൻ പുറംതിരിഞ്ഞു ഓടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ഹാബുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഫഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തഇദ് ബില്ലാഹ്, വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അല്ലാഹുവിൽ കാവൽ ചോദിക്കണമേ. അല്ലാഹുവിന്റെ ഇസ്മ പറയണം. ഇന്നല്ലാഹ മഅനാ, സിദ്ദീഖേ അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. ആ പറഞ്ഞതുകൊണ്ടാണ് ഫഅൻസലല്ലാഹ്, അത് കാരണം അന്നേരം അവിടെ വെച്ച്, അത് ആ അർത്ഥമൊക്കെ വരുന്ന ഫ എന്ന വാക്കുകൊണ്ടാണ്. ഫ വ എന്ന് പറയുന്നതിനേക്കാളും ഫ എന്ന് പറഞ്ഞാൽ ഉടനെ എന്നർത്ഥം വരും. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, പേടിച്ചിരിക്കുന്ന നേരം, ഭയപ്പെടുന്ന നേരം, ഒളിച്ചിരിക്കുന്ന നേരം, ആരും കാണരുത്, ഞങ്ങളെ ആരും പിടിക്കരുത് എന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുന്ന നേരം ഹബീബായ നബി തങ്ങൾ സിദ്ദീഖ് എന്നവരോട് പറയുന്ന മറുപടി വെറും പേടിക്കണ്ട എന്ന് മാത്രമല്ല, ലാ തഹ്സൻ എന്ന് പറഞ്ഞു നിർത്തിയില്ല, ഇന്നല്ലാഹ മഅനാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ സമാധാനം ഇറങ്ങി. അത് പറയുമ്പോൾ അല്ലാഹു ആരാണെന്നും അല്ലാഹുവിന്റെ ജലാലും അല്ലാഹുവിന്റെ ജമാലും അല്ലാഹുവിന്റെ കമാലും ഖൽബിൽ വരണം. ആരെയാ നമ്മളെ വിളിക്കുന്നത്? എല്ലാം കേൾക്കുന്നവൻ ചെവി ആവശ്യമില്ല, എല്ലാം കാണുന്നവൻ, കോടിക്കണക്കിന് ആളുകൾക്ക് കണ്ണുകളെ കൊടുത്തവൻ, കോടിക്കണക്കിന് ജന്തുക്കൾക്ക് ജീവജാലങ്ങൾക്ക് കണ്ണു കൊടുത്തവൻ, എന്നാൽ കണ്ണില്ലാതെ കാണാൻ കഴിയുന്നവൻ. നമ്മുടെ ഈ ചെറിയ രണ്ട് കണ്ണിന്റെ ഐബോളുകൾക്ക് കാണപ്പെടാൻ കഴിയാത്ത വിധം അദീമായ, ജസീലായ, ജമീലായ, ജലീലായ അല്ലാഹു ജല്ല ജലാലു, ആ റബ്ബിനെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്, ബോധിക്കുന്നത് എന്ന് ഓർമ്മ വരണം. ഇന്നല്ലാഹ മഅനാ, നമ്മുടെ എതിർകക്ഷികളെക്കാളും ശത്രുക്കളെക്കാളും അതിശക്തനായവൻ, ശത്രുക്കളെപ്പോലും കീഴടക്കാൻ കഴിയുന്നവൻ, മിത്രങ്ങളെ സഹായിക്കാൻ കഴിയുന്നവൻ അല്ലാഹു. എല്ലാ തരത്തിലുമുള്ള മനുഷ്യന്റെ അസ്ബാബുകളുടെ സർവ കണക്കുകളെയും മാറ്റിമറിച്ച് അസ്ബാബുകൾ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന റബ്ബ്. മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീയിലേക്ക് എറിഞ്ഞപ്പോ ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമ ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീയിന്റെ സ്വഭാവം കരിച്ചു കളയലാണ്. എന്നാൽ അല്ലാഹുവിന്റെ കുൻ ആയി മാറുക എന്ന റബ്ബിന്റെ ആഹ്വാനം വരുന്നതോടുകൂടെ സബബ് പോലും അവിടെ വർക്ക് ചെയ്യാതെയായി. തീ എന്നത് കരിച്ചു കളയുന്ന സാധനമാണ്, വേവിക്കുന്ന സാധനമാണ്, ചൂടാക്കുന്ന സാധനമാണ്. ആ തീയാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഒരു എയർ കണ്ടീഷൻ പോലെ മനോഹരമായ തണുപ്പും രക്ഷയുമായി മാറിയത്. എന്തേ? ജിബ്രീൽ തങ്ങളൊരു ചോദ്യം ചോദിച്ചു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട്. മിൻജനീഖിൽ നിന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഒരു പീരങ്കി പോലോത്ത ഒരു സാധനം ഉപയോഗിച്ച് ദൂരെ തീയിലേക്ക് വലിച്ചെറിയാൻ അവർ പദ്ധതിയിട്ടപ്പോ, ആ സ്ഥലം ഇന്നും കാണാൻ കഴിയും.
ഷാംലി ഉറുഫ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ഇറാഖിൽ അതിന്റെ ട്രേസസുകൾ പറയാറുണ്ട്. തുർക്കിയിലുണ്ട്. തുർക്കിയിൽ ഹാറൂനിന്റെ കൊട്ടാരവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്കിട്ട സ്ഥലവും ഒക്കെ ഇന്നും അവിടെ വളരെ വലിയ വിസിറ്റർമാരൊക്കെ വരുന്ന സ്ഥലമാണ്. ഷാംലി ഉറുഫ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ആകാശത്തിങ്ങനെ എയറിൽ മഹാനവറുകൾ അവര് തീയിലേക്ക് തൊടുത്തു വിടുമ്പോൾ അതൊരു കുന്നിന്റെ മുകളിൽ താഴേക്കാ എറിയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു ചോദ്യം, ഇബ്രാഹിം നബിയെ, ഇബ്രാഹിമേ, നബിയായിട്ടില്ല, 16 വയസ്സാണ്. ഇബ്രാഹിമേ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? അമ്മ ഇലൈക ഫല, വേണ്ട ജിബ്രീലെ, ഒന്ന് ദുആയിരുന്നൂടെ. ഇൽമുഹു ഇൽമുല്ലാഹി ബിഹാലി യക്ഫീനി അൻ സുആലി, എന്റെ അവസ്ഥ എന്താണെന്ന് അല്ലാഹുവിന് അറിയുമല്ലോ, അതുകൊണ്ട് എന്റെ റബ്ബ് തീരുമാനിക്കട്ടെ, എനിക്ക് പ്രശ്നമല്ല. ആ റബ്ബിനെ ഉൾക്കൊണ്ടതിന്റെ പേരിൽ അല്ലാഹു തീയിന് കൊടുത്ത ആഹ്വാനമാണ് കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അങ്ങനെ തീ കൊണ്ട് കരിയാതെ തീയിൽ വീണിട്ട് തീയിൽ നിന്ന് ആ ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ രക്ഷപ്പെട്ട ഒരു താബിഈയുണ്ട്, മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി. സ്വഹാബിയാണ്. യമനിൽ അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ ഉണ്ടാക്കിയ തീയിൽ നിന്ന് ആ തീയിലേക്ക് അന്നത്തെ ആലിമും പണ്ഡിതനുമായിരുന്ന അബൂ മുസ്ലിമുൽ ഖൗലാനി മഹാനവറുകളെ തീയിലേക്ക് എറിഞ്ഞപ്പോ മഹാനവറുകൾ ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ എഴുന്നേറ്റു വന്ന ചരിത്രം നമുക്കറിയില്ലേ. നേരെ വന്നത് യമനിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അവരൊക്കെ അത്ഭുതപ്പെട്ടു. ഇബ്രാഹിം നബിക്ക് സംഭവിച്ച പോലെ സംഭവിച്ചു എന്നാണ്. അതിൻ്റെ അർത്ഥം ഇതും വെറും കഥകൾ മാത്രമല്ല, അള്ളാഹു കണ്ണിൻ്റെ മുമ്പിൽ ഈ ഉമ്മത്തിന് കാണിച്ചു കൊടുത്ത മഹാനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി മിൻ കിബാരി താബിഈൻ. താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. താബിഈങ്ങളിൽ ഒരുപാട് മുൻനിരക്കാരായ VIP-കളുണ്ട്. ആ ലെവലിൽ വരുന്ന സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങളുടെയൊക്കെ കാറ്റഗറിയിൽ വരുന്ന മഹാനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ. മഹാനവർ സ്വഹാബിയല്ല, തങ്ങളുടെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ തങ്ങളെ കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തങ്ങളുടെ സദസ്സിൽ വരാൻ പറ്റിയില്ല. അതുകൊണ്ട് സ്വഹാബിയായില്ല. അവർ സ്വഹാബത്തിന്റെ കാലത്ത് ജീവിച്ചിരിപ്പുള്ള ആളാണ്. യമനിയായിരുന്നു. നേരെ യമനിൽ നിന്ന് പോന്നത് നടന്ന് മക്കയും കടന്ന് മദീനയിലേക്ക് വന്നു. ഹബീബിന്റെ അടുത്തേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, ഏതൊരു റസൂലിന്റെ തൗഹീദ് വിശ്വസിച്ചതിന്റെ പേരിലാണോ, ഏതൊരു റസൂൽ കൊണ്ടുവന്ന ദീൻ ഖൽബിലേക്ക് എടുത്തതിന്റെ പേരിലാണോ, ഏതൊരു റസൂലാണോ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, സങ്കടപ്പെടരുത്, അല്ലാഹു നമ്മോടൊപ്പമുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുത്ത റസൂലാരോ, ആ റസൂലിന്റെ ചാരത്തേക്ക് ഓടി വന്നു. യമനിൽ നിന്ന് തീയിന്ന് രക്ഷപ്പെട്ടു. ആളുകളൊക്കെ മൂക്കത്ത് വിരൽ വെച്ചു പോയി. പടച്ചവനെ, ഇങ്ങനെയുമുണ്ടോ മനുഷ്യൻ? തീയിൽ വീണിട്ട് ഒരു കുഴപ്പവുമില്ലാതെ പുറത്തേക്ക് ഇറങ്ങി വന്നു. അന്നത്തെ കള്ളപ്രവാചകൻ മഹാനായ പണ്ഡിതൻ അബൂ മുസ്ലിമുൽ ഖൗലാനിയെ ശിക്ഷിച്ചതായിരുന്നു. പക്ഷേ ഒരു രോമം പോലും കരിഞ്ഞു പോയില്ല. ആ സന്തോഷം പങ്കുവെക്കാൻ ഓടി വന്നത് എവിടേക്കാണ്? വമാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ അലൈസ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റസൂലി. നബിയേ, അങ്ങയുടെ അരികത്തേക്കല്ലേ ഓടി വരാനുള്ളത്, അങ്ങയോടല്ലേ പരാതികൾ ബോധിപ്പിക്കാനുള്ളത്, ശിക്വയും ശിക്കായത്തും അങ്ങയോടല്ലേ പറയാനുള്ളത്. ഹബീബെന്ന് ജീവിച്ചിരിപ്പില്ല. ഹബീബിന്റെ റൗദയിലേക്ക് ലക്ഷ്യമാക്കി വന്നു മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു വറഹ്മത്തുള്ളാഹി അലൈഹി. ഫസല്ലാ ഇലാ സാരിയത്തിൻ മിൻ സവാരി മസ്ജിദ് റസൂലില്ലാഹി. ഹബീബായ നബി തങ്ങളുടെ റൗദയുടെ പിറകിൽ പള്ളിയുടെ ഒരു തൂണിലേക്ക് ഖിബലയിലേക്ക് തിരിഞ്ഞു ഒരു തൂണ് മറയായി നിന്ന് മഹാനവറുകൾ 2 റക്അത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹാനെത്തിയപ്പോഴേക്കും പാതിരാവായിട്ടുണ്ട്. ആ രാത്രി നേരം മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ മദീനയിലെത്തിയത് ആരും അറിഞ്ഞില്ല. സുബ്ഹി നിസ്കാരത്തിന്റെ സമയം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും മസ്ജിദുൻ നബവിയിലേക്ക് വരുമ്പോൾ, അത് ഉമർ സിദ്ദീഖ് തങ്ങൾ ഭരിക്കുന്ന കാലമാണ്. നബി തങ്ങൾ വഫാത്തായ ഉടനെയുള്ള വർഷമാണത്. മഹാനായ സിദ്ദീഖ് എന്നവരെ
മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങളാണോ അബൂ മുസ്ലിമുൽ ഖൗലാനി? അതെ അതെ അതെ. സമിഅനാ അന്നക്, ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങൾ കേട്ടു, നിങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെതുപോലെ ഒരനുഭവം ഉണ്ടായപ്പോൾ അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞു, അബൂ മുസ്ലിമുൽ ഖൗലാനി ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ, നിങ്ങളെ ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ എന്ന് പറഞ്ഞ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ തോളിലേക്ക് ചരിച്ചു കടത്തിയിട്ട് കൈകൊണ്ടിങ്ങനെ മഹാനവറുകളെ അണച്ചുകൂട്ടി പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടൊരു കാര്യം പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ ജഅല ഫീ ഉമ്മത്തി മുഹമ്മദിൻ മൻ ഫഅല ബിഹി മാ ഫഅല ബി ഇബ്രാഹീം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സംഭവിച്ചതുപോലെ ഈ ഉമ്മത്തിൽ ഒരാൾക്ക് സംഭവിക്കുകയും അതൊക്കെ ഞങ്ങൾക്കറിയാനും കാണാനും അവസരമുണ്ടാക്കി തരികയും ചെയ്ത അല്ലാഹുവേ, നിനക്കാണ് സ്തുതി റബ്ബേ, നിനക്കാണ് ഹംദ്, നീ എത്ര മഹോന്നതനാണ്. ഇത് സംഭവിക്കും. ഈമാനിന്റെ പവർ അങ്ങനെയാണ്, ചെറിയ സംഗതിയല്ല. നമ്മൾ നിസ്കരിക്കേണ്ടത്, നോമ്പ് എടുക്കുന്നുണ്ട്, സുന്നത്തെടുക്കുന്നുണ്ട്, ദിക്റൊക്കെ ചൊല്ലുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പവർ വരാനുണ്ട്, അതിൻ്റെ ഒരു ശക്തി വരാനുണ്ട് ഹൃദയത്തിനുള്ളിൽ. അതെങ്ങാനും ഇദാ ബാശറൽ ഈമാനു ഖൽബൽ അബ്ദി, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ പ്രഭയങ്ങ് കയറി കഴിഞ്ഞാൽ അല്ലാഹു ആ മനുഷ്യനിൽ നിന്ന് അറല്ലാഹു ഫീഹി അജീബ്, അല്ലാഹു ആ മനുഷ്യനിൽ അത്ഭുതങ്ങൾ കാണിച്ചു തരുമെന്ന് മഹാന്മാർ പറയാൻ കാരണം അതാണ്. അത്ഭുതങ്ങൾ കാണാൻ കഴിയുന്നതാണ്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, ഹബീബായ നബി തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് സിദ്ദീഖ് എന്നവർ ആ ഗുഹയിൽ കഴിയുന്നത്. ഒരു പാമ്പ് കൊത്തിയപ്പോ കാലെടുക്കാതെ അടക്കി പിടിച്ചവരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചരിത്രമറിയാമല്ലോ. കണ്ണിന്ന് കണ്ണുനീര് വന്നപ്പോഴേ എൻ്റെ ഹബീബിന്റെ കവിളത്തേക്ക് വീഴുന്ന ഒരിറ്റു വെള്ളം കണ്ണുനീർ തുള്ളി കൊണ്ട് ഹബീബ് ഉണരരുത്, ഹബീബ് തളർന്നു കിടക്കുകയാണ് എന്ന് പറഞ്ഞ് വേദന സഹിച്ചുകൊണ്ട് പിടിച്ച് നിന്ന് അവസാനം കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളി ഹബീബിന്റെ മുഖത്തേക്ക് വീണപ്പോഴല്ലേ ചോദിക്കുന്നത്, സിദ്ദീഖേ എന്തു പറ്റി? നബിയേ എൻ്റെ കാല്, നബിയേ എൻ്റെ കാലെടുത്ത് നോക്കുമ്പോൾ വിഷം ബാധിച്ചിട്ടുണ്ട്. അവിടുത്തെ പരിശുദ്ധമായ ഉമിനീർ, ഹബീബിന്റെ ഉമിനീർ, അത് ശുദ്ധമാണ്, ത്വയ്യിബാണ്, ത്വാഹിറാണ്, നഖിയാണ്, ത്വയ്യിബാൻ, അത് സുഗന്ധമാണ്, അത് ദവാഉൻ, അത് മരുന്നാണ്, അത് ബറക്കത്തിന്റെ ശിഫാഇന്റെ ഉമിനീരാണ്. ഹബീബാ നബി തങ്ങൾ ഉമിനീര് കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ തടവി കൊടുത്തു. ഫശുഫിയ, അവിടെ വെച്ചത് മാറി. അങ്ങനെ ഒരു വിഷമേറ്റിട്ടുള്ള അടയാളം പോലും ഇല്ലാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരോഗ്യവാനായി എഴുന്നേറ്റ് നടന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ അനുഭവങ്ങളെയാണ് സൂറത്തു തൗബയിൽ അന്ന് തബൂക്ക് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലാഹു ഈ വിവരണങ്ങളൊക്കെ നൽകുന്നത്. ഫഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. ഹബീബായ നബിയെ, ആരുടെയൊക്കെ വാക്കുകളാണോ അങ്ങേക്ക് എതിരായി വന്നത്, ആരുടെയൊക്കെ ജൽപ്പനങ്ങളാണോ അങ്ങേ ഇല്ലായ്മ ചെയ്യാൻ അവരുണ്ടാക്കിയത്, ആരുടെയൊക്കെ പറച്ചിലുകളാണോ അങ്ങേക്ക് വേദനയുണ്ടാക്കിയത്, ആ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം അല്ലാഹു താഴേക്ക് തകർത്തു കളയുകയും അല്ലാഹുവിന്റെ വചനം ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന രീതിയിൽ അല്ലാഹു മാറ്റിയില്ലയോ. വല്ലാഹു അസീസുൻ ഹകീം. അല്ലാഹു ഇസ്സത്തുള്ളവനാണ്, അധികാരിയാണ്. അല്ലാഹു ഹിക്മത്തുള്ളവനാണ്, അല്ലാഹു ഹകീമാണ്. കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്ത സൈന്യം അല്ലാഹു ഇറക്കി തന്നു. ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ്. ആ കാലഘട്ടം മുഴുവനും മഹാനവറുകൾ ഹബീബിന്റെ കൂടെ ആരോഗ്യത്തോടെ
എഴുന്നേറ്റ് നടന്നത് ഒരു പക്ഷേ 2 കൊല്ലമോ അതിൽ താഴെയോ കാലഘട്ടമാണ്. ബാക്കി മുഴുവനും രോഗശയ്യയിലാണ്. കിടന്ന കിടപ്പിൽ ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ, ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും കഴിയാതെ ശരീരമാസകലം തളർന്നു പോയി കിടന്ന സ്വഹാബിയായിരുന്നു ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആളുകളൊക്കെ പറയാൻ തുടങ്ങി, ഇമ്രാൻ, നിങ്ങൾ എന്താണ് അല്ലാഹുവിനോട് ശിഫാ ചോദിക്കാത്തത്? എന്റെ രോഗം ശിഫയാക്കണേ എന്നെന്താണ് ചോദിക്കാത്തത്? ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കുന്നില്ല. അല്ലാഹു അങ്ങനെയല്ലേ ഇഷ്ടപ്പെട്ടത്, അങ്ങനെ നടക്കട്ടെ. ഒന്ന് ചോദിച്ചുകൂടെ? അല്ലാഹു നിങ്ങളുടെ ദുആഇന് ഉത്തരം നൽകും. നിങ്ങൾ ഹബീബിന്റെ സ്വഹാബിയല്ലേ. പിന്നെ ദുആയിരുന്നു, പഠിച്ചോനെ ശിഫയാക്കണേ. ശിഫയായി. മഹാനായ സ്വഹാബി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. പിന്നീട് ദുആരക്കുന്നു, അല്ലാഹുവേ എന്റെ അസുഖം എനിക്ക് തിരിച്ചു തരണേ. ഇതെന്ത് ദുആയാ? അങ്ങനെ മഹാൻ രോഗിയായി കിടന്നു. രോഗിയായി കിടന്നപ്പോ ആളുകൾ ചോദിച്ചു, അല്ലാഹു ശിഫയാക്കി തന്നിട്ട് അത് തിരിച്ചെടുക്കാൻ എന്തേ നിങ്ങൾ അല്ലാഹുവിനോട് പറയാൻ കാരണം? മഹാൻ പറഞ്ഞു, ഞാൻ രോഗിയായി കിടന്നപ്പോൾ എൻ്റെ റൂമിലേക്ക്, എൻ്റെ അരികത്തേക്ക് എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ഒന്ന് മാറി നിന്നാൽ എൻ്റെ കണ്ണുകളെ കൊണ്ട് ഞാൻ ചില ആളുകളെ കാണുന്നുണ്ടായിരുന്നു. അവരെൻ്റെ അരികത്ത് വന്ന്, യാ ഇമ്രാൻ, അസ്സലാമു അലൈക യാ ഇമ്രാൻ, ഇമ്രാനെ അല്ലാഹുവിൻ്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് എൻ്റെ കൈപിടിച്ച് വരിവരിയായി വരുന്ന അല്ലാഹുവിൻ്റെ മാലാഖമാർ, അല്ലാഹുവിൻ്റെ മലക്കുകൾ എൻ്റെ അരികത്തേക്ക് വന്ന് സലാം പറയുന്നുണ്ടായിരുന്നു. രോഗം മാറിയപ്പോ അവരാരും എൻ്റെ അടുത്ത് വരുന്നു പോലുമില്ല. അതുകൊണ്ട് ഞാൻ ആലോചിച്ചു, ആ മലക്കുകളുടെ മുസാഫഹത്തല്ലയോ ഞാൻ അനുഭവിക്കുന്ന ഒരു ചെറിയ വേദനയെക്കാളും നല്ലത്. അതുകൊണ്ട് അല്ലാഹുവേ എനിക്കത് തന്നേക്കണമേ എന്ന് പറഞ്ഞ് 30 വർഷം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുവർണ കാലഘട്ടം, 30 വർഷം രോഗത്തിൽ കിടന്ന് മരിച്ച സ്വഹാബിയാണ് ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. എന്താ അപ്പം നമുക്കൊരു ചെറിയ അസുഖം വന്നാൽ നമുക്ക് താങ്ങാൻ കഴിയില്ലല്ലേ? നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക്, മക്കൾക്ക് നമുക്ക് താങ്ങാൻ കഴിയില്ല. അല്ലാഹുവേ അവർക്കൊക്കെ ശിഫ കൊടുക്കണേ പടച്ചവനെ. നമുക്ക് ശിഫാന് വേണ്ടി ദ്വാരക്കണം. ശിഫ തരാൻ വേണ്ടി ദ്വാരനാ മതി. അസുഖം തരണേ എന്ന് ദ്വാരക്കരുത് എന്നാണ്. കാരണം അല്ലാഹു അസുഖം തന്നാൽ നമുക്കത് സഹിക്കുക സാധ്യമല്ല, നമുക്കത് കൊണ്ടു നടക്കാൻ കഴിയില്ല. അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം. സലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ, റബ്ബേ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ എന്ന്. സലുല്ലാഹൽ ആഫിയ, അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണേ. ഒരു മനുഷ്യന് ഈമാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലുത് ആരോഗ്യമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനുള്ള ആളുകൾക്ക് പിന്നെ കിട്ടേണ്ടത് ആഫിയത്താണ്. ആഫിയത്ത് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അല്ലാഹു നമ്മളെ ആഫിയത്ത് കൊണ്ട് അലങ്കരിക്കട്ടെ. നമ്മളെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങളെ അല്ലാഹു പരിഹരിക്കട്ടെ. നമ്മുടെ ബന്ധങ്ങളിലും അനുഭവങ്ങളിലും ഉള്ള വളരെ പ്രിയപ്പെട്ട എത്രയോ രോഗികളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ശിഫ നൽകട്ടെ. അല്ലാഹു ശിഫ നൽകട്ടെ. അല്ലാഹു ശിഫ നൽകട്ടെ. അല്ലാഹു ശിഫ നൽകട്ടെ. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ദുബൈയിലെ, കാശിഫ് എന്ന് പറയുന്ന സുഹൃത്ത്. അദ്ദേഹത്തിൻ്റെ ഉമ്മ സുഖമില്ലാതെ ചികിത്സയിലാണ്. ദുആരക്കാനുള്ള വസിയത്തുണ്ട്. അല്ലാഹുവേ നീ ശിഫ നൽകണേ പടച്ചവനെ, നീ ശിഫ നൽകണേ റബ്ബേ. അല്ലാഹുവേ ശിഫ നൽകണേ റബ്ബേ, പരിപൂർണമായി ശിഫ നൽകണേ റബ്ബേ. ഒരുപാട് രോഗികൾ നമ്മുടെ റിയാസുണ്ട്, നമ്മുടെ പാപ്പിനിശ്ശേരി ഭാഗത്ത്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ. ചെറുപ്പക്കാരനാണ്, വലിയ പ്രയാസങ്ങളിലാണ്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കൊന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലിയിരിക്കല്ലേ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് 3 സ്വലാത്ത് ചൊല്ലി. സല്ലു അലൻ നബി, സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. ചൊല്ലിക്കോളൂ. اللهم صل على
وعلى آل سيدنا محمد وبارك وسلم عليه. ഹബീബിൻ്റെ ഹദറത്തിലേക്ക് അല്ലാഹു നമ്മുടെ സ്വലാത്തുകൾ എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അല്ലാഹു ഇത് കാണിച്ചു കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇരിക്കണേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളോട് ചോദിച്ചു, നബിയേ, അങ്ങയുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ എനിക്ക് അങ്ങയോടൊരു സ്വകാര്യം പറയാൻ തോന്നുന്നു നബിയേ. പറഞ്ഞോളൂ ആയിഷ, പറഞ്ഞോളൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീണ്ടും പറഞ്ഞു, ഞാനൊരു സ്വകാര്യം പറഞ്ഞോട്ടെ നബിയേ. പറഞ്ഞോളൂ ആയിഷ. 3 തവണ പറഞ്ഞു. എന്നിട്ട് പുണ്യ നബി പറഞ്ഞു, ആയിഷ, നിങ്ങൾ ആമുഖങ്ങളില്ലാതെ പറഞ്ഞോളൂ. ഞാൻ എന്താണ് നിങ്ങൾ എന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്യണേ. അതായിരുന്നു ആയിഷ. ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ. അല്ലാഹുവേ, ആയിഷക്ക് പുറത്തു കൊടുക്കണേ, ആയിഷക്ക് പുറത്തു കൊടുക്കണേ, ആയിഷ ബീവിക്ക് പുറത്തു കൊടുക്കണമേ. ആയിഷ ബീവി ചിരിക്കാൻ തുടങ്ങി, സന്തോഷിക്കാൻ തുടങ്ങിയപ്പോ നബി തങ്ങൾ ചോദിച്ചു, അസുരിർത്തി, ആയിഷ ബീവി, നിങ്ങൾക്ക് സന്തോഷായോ? അതേ നബിയെ, സന്തോഷമായി. ആയിഷ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഏതൊരു രാത്രിയിലും ഏതൊരു രാവിലും എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഒരു രാത്രി പോലും ആയിഷ എൻ്റെ ജീവിതത്തിൽ ഇല്ല. നമ്മുടെ പ്രവർത്തകർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരി. നമ്മുടെ പരിപാടികൾക്ക് നല്ല ചെലവുണ്ട്. നമുക്കിവിടെ റിലീഫ് പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ സഹചാരിയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ സഹായം വേണം എല്ലാവരും. നമ്മുടെ തേൻകുപ്പി ഉണ്ടല്ലോ, ഒന്ന് കൊണ്ടു കൊടുക്കണ്ടേ? ഇൻഷാ അല്ലാഹ് മിനിമം ഒരു 100 ഏറെ കൊടുക്കാൻ പറ്റുന്നവർ കൊടുക്കി. ഒരു 2000 കുപ്പികളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്നാ ബക്കറ്റിനൂടെ അത് വയ്ക്കോട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. കാരണം നാളെ പരിപാടി ഇല്ലല്ലോ. തേൻകുപ്പിക്ക് എന്ത് ചെയ്യും? ഇന്ന് കൊടുക്കണ്ടേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും അത് സ്വീകരിക്കണേ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നിങ്ങളൊരു ഹദിയ കൊടുക്കുക. 100 റുപ്യയിൽ കുറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അത് മാത്രം കൊടുത്താൽ മതി. 100 റുപ്യ ഉണ്ടെങ്കിൽ ഒരു തേൻകുപ്പിയും കൂടെ വാങ്ങിച്ച് കൊടുത്തോളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരണം ആ തേൻ വാങ്ങിക്കാൻ ചിലവുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിപാടിയുടെ ചിലവിലേക്കും അത് കഴിഞ്ഞ് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ നമ്മുടെ നിർധനരായ രോഗികൾക്ക് ആവശ്യമായ അവശ്യ സാധനങ്ങളും ചികിത്സയും കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് സന്തോഷത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ നമ്മൾ ചെയ്യുന്ന സ്വതക്ക കൊണ്ട് അല്ലാഹു പരിഹരിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദു ബില്ലാഹിസ് സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പുണ്യ നബി തങ്ങളോട് എനിക്ക് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമുക്കൊരു അറിവ് അല്ലാഹു നൽകിയത്. ഹബീബായ നബി തങ്ങൾ ഓരോ രാത്രിയിലും അല്ലാഹുമ്മ ഗഫിർ ലി ഉമ്മത്തി, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തികൾക്ക് പുറത്തു കൊടുക്കണേ. ആയിഷ, എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഇപ്പൊ വന്നവരും ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്നവരുമായ എൻ്റെ ഉമ്മത്തികൾക്ക് മുഴുവൻ ഞാൻ ദുആ ചെയ്യാത്ത ഒരു രാത്രിയുമില്ല ആയിഷ എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണേ, നമുക്ക് വേണ്ടി ദുആ ചെയ്ത നബിയ. നമ്മളിനി എത്ര സ്വലാത്ത് ചൊല്ലിയാലും ഹബീബിനോട് ചെയ്ത കടപ്പാട്, അവിടത്തോട് ചെയ്യേണ്ട കടപ്പാടിൻ്റെ 4-1 പോയിട്ട് 10-1, 100-1, 1000-1 നമുക്ക് ചെയ്യാൻ കഴിയൂല. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ഉമ്മത്തികൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ثم أنزل الله سكينته على رسوله وعلى المؤمنين. സത്യവിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അവിടുത്തെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് തന്നെയും
അല്ലാഹു സമാധാനം ഇറക്കിക്കൊടുത്തു എന്ന് സൂറത്തു തൗബയിൽ അല്ലാഹു പറയുന്നു. 26-ാമത്തെ ആയത്ത്. ثم أنزل الله سكينته على رسوله وعلى المؤمنين. ഈമാനുള്ളവരെ അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. ഈമാൻ എന്നത് ഹൃദയം കൊണ്ട് മനസ്സുറച്ച് വിശ്വസിക്കലാണ്, നാവുകൊണ്ട് പറയലാണ്, നമ്മുടെ അവയവങ്ങളെ കൊണ്ട് ശരീരങ്ങളെ കൊണ്ട് അമലുകൊണ്ട് പ്രാവർത്തികമാക്കലാണ്. ഹൃദയം കൊണ്ട് നാവുകൊണ്ട് കർമ്മങ്ങളെ കൊണ്ട് എല്ലാം ഒരുമിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ശരിയായ മുഅ്മിനാകുന്നത്. ഈമാനിൽ നിന്ന് പടിയിറങ്ങിപ്പോകുന്ന നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് പോകുന്ന അവസ്ഥകളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളുടെ യുവതലമുറയെ, വിശേഷിച്ച് വിദ്യാർത്ഥിനികളെ റബ്ബേ നീ കാത്തുകൊള്ളണമേ. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന മക്കള് ഉമ്മ ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പറയുന്ന അവസ്ഥ വരുന്നത് എത്ര വലിയ ദുരന്തമാണ്. അല്ലാഹു നമ്മുടെ മക്കളിൽ കൺകുളിർമയെ കാണിച്ചു തരട്ടെ. അവരൊക്കെ നല്ലവരായി ജീവിച്ചു കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ثم أنزل الله سكينته على رسوله وعلى المؤمنين. ബദർ യുദ്ധം നടന്നപ്പോ, പരിശുദ്ധമായ ബദർ യുദ്ധം നടക്കുമ്പോ അല്ലാഹു ചാറ്റൽ മഴ പെയ്യിച്ചു കൊടുത്തു സ്വഹാബികൾക്ക്. ചാറ്റൽ മഴ. തൊട്ടിപ്പുറത്ത് ശത്രുക്കളുണ്ട്. വഹും ബിൽ ഉദ്വത്തിൽ ഖുസ്വാ. ബദറിൽ ചെന്നാൽ കാണാൻ പറ്റും, ഒരു ചെറിയ താഴ്വരയുണ്ട്. ഇന്നത്തെ മസ്ജിദുൽ അരീഷിന്റെ മെഹ്റാബിന്റെ ഭാഗം, അതാണ് ഉദ്വത്തു ദുനിയ, താഴ്ന്ന പ്രദേശം. അവിടെയായിരുന്നു സ്വഹാബിമാർ. അതിന് ഉയർന്നു നിൽക്കുന്ന മലയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തുകൂടെ ശത്രുക്കൾ കടന്നു വരുമ്പോ അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് സമാധാനമുണ്ടാവാൻ അല്ലാഹു അവരുടെ മേൽ അല്ലാഹു ചാലം മഴ ഇറക്കി കൊടുത്തു, ചാറ്റൽ മഴ. ഇത് യുഗശീകുമുല്ലാഹു അമന. അല്ലാഹു അത് മാത്രമല്ല മുഅ്മിനീങ്ങൾക്ക് സമാധാനപ്പെടാൻ വേണ്ടി തൂങ്ങിയുറക്കം അല്ലാഹു നൽകിയെന്ന് മഹാനായ ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാരുടെ വിജയത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ. തൂങ്ങിയുറക്കം. ഉറക്കം വരാതിരിക്കുന്നത് ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ്, ഖൽബ് റിലാക്സ് ആകുമ്പോഴേ ഉറങ്ങാൻ കഴിയുള്ളൂ. ഒരു യുദ്ധം നടക്കുമ്പോ അതും 1000-ലേറെ വരുന്ന ശത്രുക്കൾ, 313 സ്വഹാബിമാർ പൊട്ടിപ്പൊളിഞ്ഞ വാളുമായി, മുനയൊടിഞ്ഞ കുന്തങ്ങളുമായി, കുതിരകളില്ലാതെ ഏതാനും ആളുകൾക്ക് മാത്രം സഞ്ചരിക്കാനുള്ള ഒട്ടകങ്ങളുമായി വന്ന ആ ഒരു ചെറു സംഘമാണ് ബദറിൽ ഉണ്ടായിരുന്നത്. പുണ്യ നബിയാണ് പറഞ്ഞത്, റബ്ബേ അല്ലാഹുവേ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസ്വാബ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസ്വാബതു ഫലൻ തുഅബദ ഫിൽ അർളി അബദാ. റബ്ബേ ഈ ചെറു സംഘമെങ്ങാനും ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോയാൽ നിനക്ക് വേണ്ടി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറയാൻ റബ്ബേ ഈ ഭൂമിയിൽ ആരും ഉണ്ടാവില്ല റബ്ബേ. അതുകൊണ്ട് ചെറുസംഘത്തെ രക്ഷിക്കണേ, ഈ മുഅ്മിനീങ്ങളുടെ കൂടെ നിൽക്കണമേ. ശത്രുക്കളെങ്ങാനും ഇവരെ നിരംപരിശാക്കുകയാണെങ്കിൽ അല്ലാഹുവേ നിനക്ക് സുജൂദ് ചെയ്യാൻ ഒരു മുഖവും ഒരു നെറ്റിത്തടവും ഉണ്ടാകില്ല റബ്ബേ എന്ന് ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്ത രംഗമാണ് ബദറിന്റെ രംഗം. ആ നേരം സ്വഹാബിമാർ പതറിയില്ല. അവർക്കറിയാം ഇമ്മാ ഷഹാദ വ ഇമ്മാ ജന്ന. ഒന്നുകിൽ ഇത് രക്തസാക്ഷിത്വമാണ്, സ്വർഗമാണ്, അതല്ലെങ്കിൽ നജാഹൻ വ ഗനീമ, അല്ലെങ്കിൽ വിജയമാണ്, ഗനീമത്താണ്. ഒന്നുകിൽ ഇത് ഷഹാദത്തും സ്വർഗവുമാണ്, ഉടനെ തന്നെ ലഭിക്കുന്ന സ്വർഗമാണ്, അതല്ലെങ്കിൽ ഇത് വിജയമാണ്, ഗനീമത്താണ്. ഇതിൽ അവർക്ക് ഉറപ്പാണ്. ഗനീമത്ത് കിട്ടാൻ മാത്രമുള്ള ഒരു സംഘബലം മുഅ്മിനീങ്ങൾക്കില്ല. എന്നാൽ ഖൽബിന്റെ ഉള്ളിൽ ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ നേതാവ് ആകാശലോകത്ത് നിന്ന് വഹി വരുന്ന നബിയാണ്. ഞങ്ങളുടെ നേതാവ് അല്ലാഹു ഇസ്റാഉം മിഅ്റാജും നടത്തിയ നബിയാണ്. ഞങ്ങളുടെ നേതാവിനാണ് അല്ലാഹു ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്
ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന വിശുദ്ധ വചനങ്ങൾ ഇറക്കി ഖുർആൻ ഇറക്കി കൊടുത്തത് ആ റസൂൽ ഒരിക്കലും പതറുകയില്ല, ആ റസൂൽ പരാജയപ്പെടുകയില്ല. ആ ഹബീബിന്റെ കൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. സഅദ് എന്നവരോട് ചോദിച്ചു, സഅദേ, നബി തങ്ങൾ അവരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിച്ചു, മാ തുശീറൂന അലയ്യ, സ്വഹാബികളെ എന്താ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്? മുഹാജിറുകൾ പറഞ്ഞു, നബിയേ, അങ്ങ് എവിടെയുണ്ടോ അങ്ങയുടെ കൂടെ ഞങ്ങളുണ്ട് നബിയേ, അങ്ങ് എങ്ങോട്ട് വിളിച്ചാലും ഞങ്ങൾ അങ്ങോട്ടുണ്ട് നബിയേ, അങ്ങയുടെ കൂടെ ഞങ്ങളുണ്ട്. ഇബ്രാഹിം മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോട് ബനു ഇസ്രായേലുകൾ ഒരു യുദ്ധം നടക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദബില്ലാതെ, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. മൂസ നബിയെ, നിങ്ങളും പടച്ചോനും പോയിട്ട് യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ ബനു ഇസ്രായേലുകൾ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ പറയില്ല നബിയെ, ഞങ്ങൾ പറയും ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ വഇന്നാ മഅകുമാ ലമുഖാതിലൂൻ. നബിയെ, അല്ലാഹും അങ്ങും ഞങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ ഞങ്ങളുമുണ്ട് നബിയെ എന്ന് ഖുറൈശികളുടെ മക്കക്കാരുടെ പ്രതിനിധികളായ മുഹാജിറുകളായ സ്വഹാബിമാർ പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾക്ക് കേൾക്കേണ്ടത് അൻസ്വാരികളുടെ മറുപടിയാണ്. അൻസ്വാരികൾ എന്തേ പറയാത്തത്? തങ്ങൾ ചോദിച്ചു, സഅദ് എവിടെ? സഅദ് ഇബ്നു മുആദ് എവിടെ? സഅദ് ഇബ്നു ഉബാദ എവിടെ? സഅദ് ഇബ്നു അബീ വഖാസ് എന്നിവരെവിടെ? ഞങ്ങളിതാ നബിയെ, ഈ ബദറിൽ നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? പുന്നാര നബിയെ, ഞങ്ങളുടെ സഹോദരങ്ങളായ മുഹാജിറുകൾ പറഞ്ഞത് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വല്ലാഹി ലഇൻ ഖുൽത മഅനാ ബഹ്റൻ ലഖുദ്നാ മഅക്. ഒരു കടലിലേക്കാണ് ഞങ്ങളോട് ഓടാൻ പറഞ്ഞതെങ്കിൽ കടൽ വെള്ളത്തിലേക്ക് തിരമാലകളുടെ വലുപ്പ ചെറുപ്പങ്ങൾ നോക്കാതെ ഞങ്ങൾ ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടും നബിയേ. ഇത് പറഞ്ഞപ്പോ ഹബീബായ തങ്ങളുടെ മുഖത്ത് സന്തോഷായി. എന്താണ് ഈമാൻ? എന്താണ് ഈമാൻ? നബിയെ, അങ്ങ് എന്താണോ ഞങ്ങളോട് പറയുന്നത്, ഞങ്ങൾ അങ്ങയോടൊപ്പമുണ്ട്. ثم أنزل الله سكينته على رسوله وعلى المؤمنين. ആ ഈമാന് കൊണ്ടാണ് ഈ ഉമ്മത്തിന് വിജയങ്ങൾ ഉണ്ടായത്. ആ ഈമാന് കൊണ്ടാണ് ഉമ്മത്തിന് അല്ലാഹു ഫത്ഹുകൾ നൽകിയത്, വിജയങ്ങൾ നൽകിയത്. സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലം കുരിശ് യോദ്ധാക്കൾക്കെതിരെ യുദ്ധം നടക്കുമ്പോ, ക്രൂസൈഡ് വാർ നടന്നുകൊണ്ടിരിക്കുമ്പോ സ്വലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു തആല അൻഹു തന്റെ ഗുരുനാഥന് കണ്ടുപഠിച്ച മാതൃകയായിരുന്നു. നൂറുദ്ദീൻ സംഗിയെ കണ്ടുപഠിച്ച മഹാനാണ് സ്വലാഹുദ്ദീൻ അയ്യൂബി തങ്ങള്. മഹാനവറുകൾ ടെന്റിന്റെ അരികിലൂടെ കടന്നു പോകും. രാത്രി സമയത്ത് ഏതെങ്കിലും ഒരു ടെന്റിന്റെ അകത്ത് നിന്ന് വിശുദ്ധമായ ഖുർആൻ ഓതുന്ന പാരായണത്തിന്റെ മധുരമായ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോയിട്ട് ഒരൽപ്പം പോയി കിടന്നുറങ്ങും. ഇൻഷാ അല്ലാഹ് എന്റെ സൈന്യത്തിൽ അള്ളാഹുവിന്റെ വചനങ്ങൾ ഓർത്ത് അള്ളാഹുവിന്റെ വചനങ്ങൾ തിലാവത്ത് ചെയ്യുന്ന, പാരായണം ചെയ്യുന്ന മുഅ്മിനീങ്ങൾ എന്റെ യോദ്ധാക്കളിലുണ്ട്. അത് മതി, എനിക്ക് വിജയമുറപ്പാണ്. അവരെ കൊണ്ടാണ് ഈജിപ്തിലേക്കും ഫലസ്തീനിലേക്കും ഷാമിലേക്കും തുർക്കിയിലേക്കും മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി തആല അലൈഹി കടന്നുപോയത്. ആയുധത്തിന്റെ ബലത്തിലല്ല, അവരോതുന്ന ഖുർആൻ നോക്കിയിട്ടാണ്. രാത്രികാലങ്ങളിൽ ഉറങ്ങാതിരുന്ന് ഖുർആൻ ഓതുന്ന ടെന്റുകൾ കണ്ടാൽ മഹാനവറുകൾ അവിടെ തിരിച്ചു പോരും. എന്നിട്ട് ഒരല്പനേരം പോയി വിശ്രമിക്കും. അതുവരെ വിശ്രമമില്ല. നാളെ വിജയമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് തന്റെ അനുയായികളുടെ ഖുർആൻ പാരായണം കേൾക്കുമ്പോഴാണ്. അതുകൊണ്ട് മുഅ്മിനുകളെ, സഹോദരിമാരെ, നമ്മുടെ വീടുകളിലേക്ക് ആ പഴയ സൗന്ദര്യം തിരിച്ചു വരണം. മഗ്രിബായാൽ മക്കളെ മുസ്ഹഫ് എടുക്കണേ, ഓതണേ. വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ മരിച്ചുപോയ മാതാപിതാക്കൾക്ക്, വല്യമ്മമാർക്ക്, മക്കള് ആൺകുട്ടികളും പെൺകുട്ടികളും വീട്ടുകാരും ഒരുമിച്ചിരുന്ന്
യാസീൻ ഓതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതി ഒരു ചെറുതായൊരു ദുആ, വാപ്പയോ ആങ്ങളെയോ മുതിർന്നവരോ ഉമ്മയോ ഒരു ചെറിയ ദുആ ചെയ്ത്, എന്നിട്ട് മക്കള് മദ്രസ പുസ്തകങ്ങൾ പഠിക്കുന്നു, എന്നിട്ട് അവർ സ്കൂൾ പഠിക്കുന്നു, മറ്റു വിഷയങ്ങൾ അവർ ഹോംവർക്ക് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ ആരംഭം മഗ്രിബ് കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് വിശുദ്ധ ഖുർആൻ പാരായണമാണ്. ആ ഒരു നന്മ നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മുടെ വീടുകളിൽ സന്തോഷമുണ്ടാകുന്നത്. വീടിന്റെ ഹൈറ്റോ വീടിന്റെ വലുപ്പമോ വീടിന് ഉള്ളിൽ കിടക്കുന്ന ഫർണിച്ചറോ കൊണ്ടല്ല അള്ളാഹു സമാധാനം നൽകുന്നത്. അള്ളാഹു സമാധാനം നൽകുന്നത് റബ്ബിനെ ഓർക്കുന്ന വീടുകളിലാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഹൃദയങ്ങളിൽ അള്ളാഹു നൽകുന്ന വെളിച്ചമാണ് വീടിന്റെ വെളിച്ചം. ഹൃദയങ്ങൾക്ക് വെളിച്ചം വേണമെങ്കിൽ ആ ഹൃദയങ്ങൾക്ക് അള്ളാഹുവിന്റെ കലാമുമായി ബന്ധം വേണം. ഓതണം, ഖുർആൻ പാരായണം കേൾക്കണം, പാരായണം ചെയ്യണം, പാരായണം ശ്രദ്ധിക്കണം. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു യമനിയായ അബൂ മൂസൽ അശ്അരി തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോ യമനികളായ ഒരുപാട് അശ്അരികൾ കൂടെയുണ്ട്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു അശ്അരികളെ, നല്ല ഇഷ്ടമായിരുന്നു. പുണ്യനബി തങ്ങൾ പറയും, സൈന്യം കൂട്ടം കൂട്ടമായി യാത്ര പോകുമ്പോൾ അവരെല്ലാം ക്യാമ്പ് ചെയ്യുമ്പോൾ ഓരോ കുടുംബവും ഓരോരുത്തരും ടെന്റ് വെച്ച് കെട്ടും, ബന്ധുക്കൾ അടുത്തടുത്തായിട്ട്. അശ്അരികൾ യമനികളാണ്, അവർ മക്കക്കാരോ മദീനക്കാരോ അല്ല, യമനികളാണ് അശ്അരികൾ. അവരുടെ നേതാവാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ പറയും, ആയിരക്കണക്കിന് ടെന്റുകൾ മരുഭൂമിയിൽ നിങ്ങൾ ടെന്റ് കെട്ടിയാലും ഇതിൽ അശ്അരികളുടെ ടെന്റുകൾ ഏതാണ് എന്ന് എനിക്കറിയാൻ പറ്റുമെന്ന് തങ്ങൾ പറഞ്ഞപ്പോ സ്വഹാബിമാര് മുഴുവനും അത്ഭുതപ്പെട്ടു പോയി. നബിയേ, രാത്രി എല്ലാവരും ഉറങ്ങുമ്പോ എങ്ങനെയാണ് അശ്അരികളുടെ ടെന്റുകൾ അങ്ങ് തിരിച്ചറിയുന്നത് ഇരുട്ടത്താണെങ്കിലും? തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ, ഇന്ന ലഹും ദവിയൻ കദവിയിൻ നഹൽ മിൻ ഖിറാഅത്തിൽ ഖുർആൻ. രാത്രികാലങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ പോലും അശ്അരികളുടെ ടെന്റിന്റെ ഉള്ളിൽ നിന്ന് ഖുർആൻ ഓതുന്ന പാരായണം കേൾക്കാൻ കഴിയുമായിരുന്നു. ഖുർആൻ ഓതുമ്പോൾ തേനീച്ചകളുടെ മൂളക്കം പോലെ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന്റെ ഒരു മധുരിമ അശ്അരികളുടെ ടെന്റുകളിൽ നിന്ന് ഞാൻ കേൾക്കാറുണ്ട്. അന്നേരം ഞാൻ അറിയും ഇത് അശ്അരികളാണ്. അതങ്ങനെ തന്നെയായിരുന്നു. ഈ ഒരു ഹദീസ് കേൾക്കാൻ അബൂ മൂസൽ അശ്അരി തങ്ങളോട് എത്ര യമനികളാണ് ചോദിച്ചു വന്നിരുന്നത്. സ്വഹാബികളായവര്, അബൂ മൂസ, ആ ഹദീസ് എന്ന് പറയണേ, അള്ളാഹുവിന്റെ റസൂല് നമ്മുടെ ടെന്റുകളെ തിരിച്ചറിയും എന്ന് പറഞ്ഞ ഹദീസ് എങ്ങനെയായിരുന്നു ഒന്ന് ചൊല്ലിത്തരണേ എന്ന് അബൂ മൂസ റളിയല്ലാഹു അൻഹു കേട്ട, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു കേട്ട ആ മനോഹരമായ ഹദീസ് പിൻഗാമികൾക്ക് പകർന്നു കൊടുത്തിരുന്നു സ്വഹാബി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. തിരിച്ചറിയാൻ കാരണം ഖുർആൻ ഓതുന്നു. അപ്പൊ നമ്മുടെ വാഹനങ്ങളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൂടെ? വെറുതെ ഈ പാട്ടും ഇല്ലുമിനാറ്റി പാട്ടും ശൈത്താന്മാരെ പാട്ടൊക്കെ ഇട്ടിട്ട് എന്തിന്? നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അള്ളാഹു നൽകുന്ന മധുരമായ അള്ളാഹുവിന്റെ വചനം എത്ര മനോഹരമായി ഓതുന്ന കാരിയുകളുണ്ട്. ഒന്ന് യൂട്യൂബ് എടുത്ത് ഖുർആൻ റിസൈറ്റേഷൻ അടിച്ചാൽ തന്നെ എത്ര മനോഹരമായ ഖിറാഅത്തുകളാണ്, എന്തോ ഒരു മധുരമുള്ള ഓത്തുകളാണ്. അതിൻ്റെ ഒരു സൂതിങ് സൗണ്ട് എന്തൊരു മനോഹരമാണ്. ഹൃദയങ്ങൾക്ക് കിട്ടുന്നൊരു ആനന്ദമുണ്ട്, ഒരു സമാധാനമുണ്ട്. ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരു പക്ഷേ താൽക്കാലികമായ കുറച്ചു നേരത്തേക്ക് ഒരാശ്വാസം പോലെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം അങ്ങനെയാണോ? കേൾക്കുമ്പോൾ കൂലി കിട്ടുന്നതാണ് ഖുർആൻ. കേൾക്കുമ്പോൾ കൂലിയാണ്. ഒരു പെൻഡ്രൈവിലോ അല്ലെങ്കിൽ വല്ല AM സ്റ്റേഷനുകളോ ഖുർആനിൻ്റെ ഏതെങ്കിലും മറ്റു റേഡിയോ സ്റ്റേഷനുകളൊക്കെ ഉണ്ടെങ്കിൽ തുറന്നു വെച്ചാൽ എന്തൊരു മനോഹരമാണ്. യൂട്യൂബിൽ നിന്ന് കണക്ട് ചെയ്താൽ പോരെ. എന്തൊക്കെ സംവിധാനങ്ങൾ എന്നുണ്ട്. വെറുതെ നമ്മളൊരു യാത്രയിൽ ഇറങ്ങുകയാണല്ലേ. യാത്ര ഇറങ്ങുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകൾ സംസാരിച്ചപ്പോഴേ ഞാൻ ഓർക്കുകയായിരുന്നു. തങ്ങൾ പറഞ്ഞു, മരണസമയത്ത് മരണം ആസന്നമാകുന്ന നേരത്ത് മൗത്ത് അടുത്തു വരുമ്പോൾ ഇബ്ലീസ് കൂസിനെ കാട്ടിടും. കൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ജഗ് വെള്ളം. ദാഹിക്കുന്ന സമയത്ത്
ഇബ്ലീസ് വെള്ളം കുടിക്കാൻ എൻ്റെ കയ്യിൽ വെള്ളമുണ്ട്, ഞാൻ വെള്ളം തരാം. മനുഷ്യരെ ദാഹം തോന്നുന്ന ദാഹമൗത്തത് കൂട്ടിടും എന്ന് പറഞ്ഞാൽ മരിക്കുന്ന നേരത്ത് ദാഹം കൂടും. ആ നേരത്ത് ഇബ്ലീസുൽ ലഈൻ കൂസിനെ കാട്ടിടും, കൂജ കൊണ്ടുവന്ന് കാട്ടിത്തരും, ഞാൻ വെള്ളം തരാം, പക്ഷെ ഞാനാണ് റബ്ബ് എന്ന് പറയണം. പടച്ചവനെ, അതുകൊണ്ട് ഇബ്ലീസുൽ ലഈനിന്റെ ഷർറിന്ന് കാക്കേണമേ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ആക്സിഡന്റിൽ മരിക്കുന്ന ആളോ ഈ വർത്താനം പറയാൻ നേരം ഉണ്ടാവും? അവിടെ പെട്ടെന്ന് മരിക്കുകയാണ്, സഡൻ ആക്സിഡന്റ് നടക്കുകയാണ്. സംഭവിക്കൽ എന്തായിരിക്കും എന്നറിയോ? ആ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതും ഇബ്ലീസുൽ ലഈനിൻ്റെതായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവനിഷ്ടപ്പെടുന്ന പാട്ടുകളോ അവനിഷ്ടപ്പെടുന്ന തരത്തിലുള്ള വീഡിയോകളോ അല്ലെങ്കിൽ സംസാരങ്ങളോ വാക്കുകളോ ഇത് കേട്ട് ആസ്വദിച്ചു പോകുന്നിടയിൽ മരിച്ചു. ആലോചിച്ച് നോക്കൂ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എത്ര വലിയ അപകടമായിരിക്കും അത്, എത്ര വലിയ ദുരന്തമായിരിക്കും അത്. എപ്പോഴും നമ്മളെ കാത്തിരിക്കുന്ന ഒരു മരണത്തിന് മുമ്പിലാണ് നമ്മളുള്ളത്. അത് എപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് എന്ന് പോലും നമുക്കറിയില്ലല്ലോ. അതിൻ്റെ തൊട്ട് മുമ്പുള്ള സാഹചര്യം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നതാണോ അല്ലയോ? നേരെമറിച്ച് നിങ്ങളൊരു നല്ല കാര്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു നല്ലത് നിങ്ങൾ ശ്രവിച്ചും ശ്രദ്ധിച്ചും പോയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങളൊരു വാല് കേൾക്കുന്നു, നിങ്ങളൊരു ബൈത്ത് കേൾക്കുന്നു, നിങ്ങളൊരു വിശുദ്ധ ഖുർആന്റെ തിലാവത്ത് കേൾക്കുന്നു, എന്തൊരു മനോഹരമായിരിക്കും അത്. ആ ഒരു മരണം അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ അത് ഖൈറായ ഒരു ഖാത്തിമത്തായിരിക്കില്ലേ? യാ അല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ, നമ്മൾ ഓരോരുത്തരും വിശുദ്ധ ഖുർആനിന്റെ അഹലുകാരായി മാറണം. ഇന്നത്തെ ഈ ഉമ്മത്തിന് വന്ന അപജയത്തിന്റെ പ്രധാന കാരണം അതാ. വ്യക്തികൾ ഓരോരുത്തരും വിശുദ്ധ ഖുർആനുമായി അടുക്കുന്നത് അകന്നുകൊണ്ടിരിക്കുകയാണ്, അടുക്കുന്നില്ല. ഖുർആൻ പള്ളിയിൽ ഓതുന്നുണ്ട്, ഉസ്താദ് ഓതുന്നുണ്ട്, മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ ഓതുന്നുണ്ടോ, നമ്മൾ ഓതുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം, അതിന്റെ അളവ് എത്രയാണ്? വളരെ കുറച്ചേ ഉള്ളൂ. ഇന്ന ഖൗം വഖാല റസൂൽ ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, എൻ്റെ അനുയായികൾ എൻ്റെ ഖുർആൻ മഹ്ജൂറാ, ഉപേക്ഷിക്കപ്പെട്ടതാക്കി മാറ്റിയല്ലോ റബ്ബേ എന്ന് പുണ്യനബി അല്ലാഹുവിനോട് പരാതി പറയുന്ന ഒരു നേരമുണ്ട് ഖിയാമത്ത് നാളിൽ. എൻ്റെ ഖൗമ് ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, ഖുർആൻ മാറ്റിവെച്ചു, ഖുർആൻ ഉപേക്ഷിച്ചു, ഖുർആൻ വേണ്ടെന്ന് വെച്ചു. അങ്ങനത്തെ ഒരു പരാതി അള്ളാഹുവിന്റെ ഹബീബ് പറയുമ്പോ നമ്മൾ ആയിപ്പോകുമോ അതിലെ പ്രതികൾ? നമ്മൾ ഭയപ്പെടണം. അതുകൊണ്ട് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച രാവിൽ സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന നേരം തന്റെ കുതിരയെ അടുത്ത് കെട്ടിയിട്ടിട്ടുണ്ട്. ഒരു പിഞ്ചു കുഞ്ഞുണ്ട്, ഒരു റൂമും ഒരു കുതിരയുടെ സ്റ്റേബിളുമാണ് കൂടെയുള്ളത്. ഒരു വീട് അത്രയേ ഉള്ളൂ. ഒരു റൂമിൽ ഉസൈദ് തങ്ങളുണ്ട്, ഭാര്യയുണ്ട്, പിഞ്ചു കുഞ്ഞുണ്ട്, ഇപ്പുറത്ത് കുതിരയെ കെട്ടിയിട്ടിട്ടുമുണ്ട്. മഹാനവറുകൾ മനോഹരമായി ഖുർആൻ ഓതുമ്പോ കുതിര ചാടി കളിക്കാൻ തുടങ്ങി, മേലോട്ട് നോക്കാൻ തുടങ്ങി. മഹാനവറുകൾ ഖുർആൻ നിർത്തിവെച്ചു. ചുറ്റുവട്ടങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല. വീണ്ടും ഖുർആൻ പാരായണം തുടങ്ങി. മഹാനായ ഉസൈദ് റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയങ്ങ് ചാടാൻ തുടങ്ങി. ശക്തമായി ചാടുന്നു, മേലോട്ട് നോക്കുന്നു, എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. മഹാനവറുകൾ വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നു. ആകാശത്തേക്ക് നോക്കുമ്പോൾ മനോഹരമായ ഒരു മേഘം താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ആ മേഘങ്ങളിൽ നിറയെ ദീപം തെളിയിച്ചു നിൽക്കുന്ന പോലെ സയ്യിദ് റളിയല്ലാഹു അൻഹു കൗതുകത്തോടെ നോക്കി നിൽക്കുമ്പോൾ ആ മേഘം മേലോട്ട് 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 കയറി അപ്രത്യക്ഷമാകുന്നതാണ് കാണുന്നത്. നേരം പുലർന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഓടിച്ചെന്നു. യാ റസൂലല്ലാഹ്, നബിയേ, ഞാൻ ഇന്നലെ സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോ എന്റെ കുതിര ചാടിക്കളിക്കുന്നത് കണ്ടപ്പോ ഞാനൊന്ന് പുറത്തിറങ്ങി നോക്കി നബിയേ. മനോഹരമായ വെളിച്ചം നൽകുന്ന വിളക്കുകൾ കത്തിച്ചു വെച്ച പോലെയുള്ള
തുരുതുരാ നിറയെ വിളക്കുകളുള്ള ഒരു മേഘപടലം ഭൂമിയിലേക്ക് താഴ്ന്നു വന്നു നബിയേ. ഞാനത് നോക്കി നിന്നപ്പോൾ അത് മേലോട്ട് 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 പോയി അപ്രത്യക്ഷമായി നബിയേ. എന്തായിരുന്നു അത്? അള്ളാഹുവിന്റെ ഹബീബ് വിവരം കൊടുത്തു, സയ്യിദ് ഇബ്നു ഹുദൈറേ, നിങ്ങളുടെ ഖുർആൻ പാരായണം എത്ര മധുരമുള്ളതാണ്. നിങ്ങളുടെ മധുരമുള്ള ഖുർആൻ പാരായണം കേൾക്കാൻ തിൽക സകീന നസലത് ലിഖിറാഅതിക്. സയ്യിദ് ഇബ്നു ഹുദൈറേ, നിങ്ങളുടെ ഖുർആനിന്റെ പാരായണം കേൾക്കാനും ആസ്വദിക്കാനും വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകളും സമാധാനവും നിങ്ങളിലേക്ക് ഇറങ്ങി വന്നതായിരുന്നു. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. നേരം പുലരുന്നത് വരെ നിങ്ങളെങ്ങാനും വെളിച്ചം വന്നതിന് ശേഷവും ആ പാരായണം തുടരുകയായിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് മുഴുവൻ അത് കണ്ടുകൊണ്ട് കാണാൻ കഴിയുമായിരുന്നു. അത് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്നതായിരുന്നുവെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമാധാനം അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതുമ്പോൾ വരുന്നതാണ്. സമാധാനം സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ചൊല്ലുമ്പോൾ കിട്ടുന്നതാണ്. സമാധാനം അള്ളാഹുവിനെ ഓർക്കുമ്പോൾ കിട്ടുന്നതാണ്. വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ളൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى ومن أعرض عن ذكري. അള്ളാഹു പറയുന്നു, എൻ്റെ സ്മരണയിൽ നിന്ന്, എൻ്റെ ദിക്റിൽ നിന്ന്, എന്നെക്കുറിച്ച് ഓർക്കുന്ന സദസ്സുകളിൽ നിന്ന് ആരെല്ലാം മുഖം തിരിക്കുന്നുണ്ടോ ആ സദസ്സ് ഇതുപോലെ ഒരു ഫിസിക്കൽ സദസ്സായിരിക്കാം, ഒരു യൂട്യൂബിലോ മറ്റോ ഉള്ള ഒരു ക്ലിപ്പ് പോലെ ഒരു വെർച്വൽ സദസ്സായിരിക്കാം. ഏതായിരുന്നാലും അതെനിക്ക് വേണ്ട, അതെനിക്ക് കാണണ്ട, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞൊരു മുഅ്മിനായ മനുഷ്യൻ മുഖം തിരിക്കുകയാണെങ്കിൽ ഫഇന്ന ലഹു മഈശതൻ ളൻകാ, സങ്കുചിതമായ ഇടുങ്ങിയ ജീവിതമായിരിക്കും അവർക്കുണ്ടാവുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ജീവിതം സങ്കുചിതമായ പിന്നെ എങ്ങനെ ജീവിക്കുക? വളാഖത് അലൈഹിമുൽ അർളു ബിമാ റഹബത്. എത്രയോ വിശാലമായ ഭൂമി പോലും മനുഷ്യന് സങ്കുചിതമായി തോന്നും. അല്ലാഹു പറയുന്നു, എന്നെ ഓർക്കാതെ ജീവിക്കുന്നവർ, എന്നെ ഓർക്കണ്ട എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവര്, എന്റെ സ്മരണയിൽ നിന്ന് ഓടി മറയുന്നവർ, അള്ളാഹുവിനെ സംബന്ധിക്കുന്ന സദസ്സുകളിൽ ചെന്നിരിക്കാത്തവർ, ആ സദസ്സുകളെ ഇഷ്ടപ്പെടാത്തവർ, അവരുടെ മനസ്സുകൾക്ക് അല്ലാഹു സങ്കുചിതമാണ് നൽകുന്നത്, സങ്കുചിതത്വമാണ് നൽകുന്നത്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. നാളെ പരലോകത്ത് കണ്ണുപൊട്ടന്മാരായി വരുന്ന കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. അക്കൂട്ടത്തിലായിരിക്കും ഇവരും ഉണ്ടാവുക. അവർ അല്ലാഹുവിനോട് നാളെ പറയുമത്രേ, ഖാല റബ്ബി ലിമ ഹശർതനീ അഅമാ. എന്തുകൊണ്ടാണ് റബ്ബേ നീ എനിക്ക് കണ്ണു തരാതിരുന്നത്? ഭൂമിയിൽ എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ, ഭൂമിയിൽ എനിക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ എന്തേ എന്നെ അന്ധനാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ ഖാല കദാലിക് അതത്ക ആയാതുനാ ഫനസീതഹാ. എന്റെ ദൃഷ്ടാന്തങ്ങൾ, എന്നെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ, എന്റെ വചനങ്ങൾ, എന്റെ ഖുർആൻ, എന്റെ ദിക്ർ, ഇതെല്ലാം നിനക്ക് ചൊല്ലിക്കേൽപ്പിക്കപ്പെടുമ്പോൾ ഫനസീതഹാ, നീ അതിനെ അങ്ങ് വിട്ടുകളഞ്ഞില്ലയോ, മുഖം തിരിച്ചു കളഞ്ഞില്ലയോ, വേണ്ടെന്ന് വെച്ചില്ലയോ? അതുപോലെ നിനക്ക് ഞാൻ ഇവിടെ കണ്ണ് വേണ്ടെന്ന് വെച്ചതാണ്. അതുകൊണ്ട് നിന്നെ ഇവിടെ ഉപേക്ഷിക്കപ്പെട്ടതാണ്, നിനക്ക് ഞാനിവിടെ കണ്ണു തരുന്നില്ലെന്ന് അള്ളാഹുവിന്റെ വചനങ്ങളിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നന്ന നിധിയാണ് ഖുർആൻ എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. അർഹമുർ റഹീമീനായ റബ്ബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പരിശുദ്ധമായ വചനങ്ങളെ, അല്ലാഹുവിന്റെ വചനങ്ങളെ റബ്ബ് തആല ആനാ അൽ-ലൈലി വ തുറാഫൻ നഹാർ, രാവിലും പകലിലും
ദിനേന ദിവസങ്ങളോളം ജീവിതത്തിന്റെ അവസാനത്തോളം അള്ളാഹുവിന്റെ വചനങ്ങളെ കൊണ്ട് നടക്കാനുള്ള ഭാഗ്യം അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനേ. അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് വെളിച്ചം നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ കൽബുകൾക്ക് നൂറ് നൽകണേ റബ്ബേ. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس. അള്ളാഹുവിന്റെ പരിശുദ്ധമായ പ്രകാശത്തെക്കുറിച്ച് സൂറത്തുൻ നൂറിലെ 35-ാമത്തെ ആയത്ത് അള്ളാഹു വിശദീകരിക്കുന്നത് മുഅ്മിനായ ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന ഹൃദയത്തിന്റെ തെളിച്ചത്തെക്കുറിച്ചാണ്. ഹൃദയത്തിന്റെ ഒരു വെളിച്ചമുണ്ട്. ആ കൽബാണ് അള്ളാഹു നമുക്ക് നൽകേണ്ടത്. അതിനാണ് റബ്ബിനോട് ചോദിക്കേണ്ടത്, ഹൃദയം ശുദ്ധമാക്കി തരണേ റബ്ബേ. ആരോടും ഒരു വെറുപ്പില്ലാത്ത, ആരോടും പകയോ വിദ്വേഷമോ വൈരാഗ്യമോ തോന്നാത്ത, ഒരാളോടും അസൂയ തോന്നാത്ത, ഒരാൾക്കും ഒരു അറമ്പറ്റണേ എന്ന് ചിന്ത വരാത്ത, ഒരാളും നശിക്കണേ എന്ന് ഒരിക്കലും ആലോചിക്കാത്ത, എല്ലാവർക്കും നന്മ വരണേ, എല്ലാവരും രക്ഷപ്പെടണേ, എല്ലാവർക്കും റഹ്മത്ത് കൊടുക്കണേ, എല്ലാവരെയും രക്ഷപ്പെടുത്തണേ റബ്ബേ എന്ന് ചിന്തിക്കുന്ന ഒരു ഖൽബ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയാണ്. അങ്ങനത്തെ ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യവാനാണ് നിങ്ങൾ. ഉമ്മമാരെ, അങ്ങനെ ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ലോകത്തെ സൗഭാഗ്യവതികളാണ് നിങ്ങൾ. ഹൃദയം അങ്ങനെ ശുദ്ധമാണോ? നമുക്ക് പറയാൻ കഴിയോ ഇവിടെ നിന്നുകൊണ്ട്, റബ്ബേ എന്റെ ഹൃദയത്തിൽ ആരോടും വെറുപ്പില്ല റബ്ബേ? ആ ഹൃദയം വെറുപ്പും വിദ്വേഷവും കുത്തി നിറക്കാനുള്ളതല്ല. ആ ഹൃദയത്തിന്റെ ഉള്ളകം അല്ലാഹുവിന്റെ മഹബ്ബത്ത്, റബ്ബിനോടുള്ള സ്നേഹം കുത്തി നിറക്കാനുള്ളതാണ്. എന്റെ റബ്ബിനെ ഒന്ന് കാണുന്ന നാൾ, അല്ലാഹുമ്മ ലാ തഹരിംനാ ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക വർസുഖ്നാ ശൗഖ ഇലാ ലിഖായിക ഫീ ഗൈരി ളറാഅ മുദിറത്തിൻ വലാ ഫിത്നത്തിൻ മുദില്ല. മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട് നബി തങ്ങളുടേത്. അല്ലാഹുവേ, നാളെ നിന്നെ നേരിട്ട് കാണാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തി കളയരുതേ. നാളെ ഞങ്ങൾക്ക് നിന്നെ കാണണം റബ്ബേ. വശൗഖ ഇലാ ലിഖായിക, നിന്നെ കാണാൻ കൊതിയുണ്ട് റബ്ബേ ഹൃദയത്തിൽ. നിന്നെ ഒന്ന് കാണണം, നിന്നെ ഒന്ന് കണ്ടുമുട്ടണം. സർവമാന സൗന്ദര്യങ്ങളെയും പടച്ചവനാണ് അല്ലാഹു. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവനാണ്, അല്ലാഹു സൗന്ദര്യമുള്ളവനാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ജമാലും കമാലും എല്ലാം അല്ലാഹുവിന്റെ ജമാലിന്റെ ഭാഗമാണെങ്കിൽ ആ റബ്ബിന്റെ ജമാൽ എത്രയായിരിക്കും അല്ലാഹുവിന്റെ ഭംഗി. ആ റബ്ബിനെ ഒന്ന് കാണണം എന്ന ഖൽബിലെ ഒരു ആശ വേണം, ആഗ്രഹം വേണം. മുഅ്മിന്റെ പ്രത്യേകത അതാണ്. നമ്മൾ ഇവിടേക്ക് വന്നവരല്ല, നമ്മളിവിടെ ജീവിക്കുന്നു. അന്തസ്സ് വേണം, അഭിമാനം വേണം, ഇജ്ജത്ത് വേണം. ആരോടും കൈ നീട്ടാതെ അഭിമാനത്തോടെ ജീവിക്കണം. പക്ഷേ നമ്മൾ വന്നത് ഇങ്ങോട്ട് വന്നതല്ല. നമ്മുടെ വല്ലിപ്പ കടന്നു വന്ന് സ്വർഗത്തിലേക്ക് തിരിച്ചെത്തേണ്ടവരാണ്, അങ്ങോട്ട് പോകേണ്ടവരാണ്. അവിടെ ചെന്ന് കയറി പറ്റണം. അല്ലാഹുവേ, ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ, ഞങ്ങളെ സഹായിക്കണേ റബ്ബേ. അതുകൊണ്ട് സൂര്യപ്രകാശം കാണുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മ വരുന്നവരാണ് മുഅ്മിനീങ്ങൾ. ചന്ദ്രന്റെ പ്രകാശം കാണുമ്പോൾ, നക്ഷത്രങ്ങളെ കാണുമ്പോൾ, അല്ലാഹുവേ എല്ലാ പ്രകാശങ്ങളുടെയും സൃഷ്ടാവ് നീയാണല്ലോ റബ്ബേ, ഓർമ്മ വരണം. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, പ്രപഞ്ചത്തിന്റെ മുഴുവൻ പ്രകാശധാരയുടെ സൃഷ്ടാവാണ് അല്ലാഹു. അല്ലാഹു നൂറാൻ, അല്ലാഹു നൂറിന്റെ അധിപനാണ്, അല്ലാഹു നൂറിന്റെ സൃഷ്ടാവാണ്. ഇതാണ് അതിനർത്ഥം.
അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്. എങ്ങനെയാണ് അല്ലാഹുവിന്റെ നൂറ് എന്ന് നിങ്ങൾക്കറിയുമോ? മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. മുമ്പൊക്കെ ചുമരുകളിൽ ഒരു ചെറിയ വെടിപ്പഴുത് എന്ന് പറയല്ലേ, ഒരു ചെറിയ കുഴി ഉണ്ടാക്കി, കുഴിയല്ല, ഒരു മാളം പോലെ, എന്താ പറയാ, വെടിപ്പഴുത് എന്നല്ലേ പറയാ മിഷ്കാത്തിൽ, ഒരു ഹോളായിട്ട്, ചിലപ്പോൾ അങ്ങോട്ടപ്പുറത്തേക്ക് ഹോൾ ഉണ്ടാവില്ല, എന്നാലും ഒരു എൻക്ലേവ് നമ്മുടെ വാതിൽ, നമ്മുടെ ചുമരുകളിലൊക്കെ വെച്ചിരുന്ന് വിളക്ക് കത്തിക്കാൻ. കാറ്റ് പുറത്തുനിന്ന് വന്നാൽ വിളക്ക് കെട്ടുപോകില്ലേ? കെട്ടുപോകാതിരിക്കാൻ ഒരു വിളക്കുമാടം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു, കറണ്ട് ഇല്ലാത്ത കാലത്ത്. ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞാൽ അറിയുമെന്നറിയില്ല. മിഷ്കാത്ത് എന്നതിന് പറയാം. ഫീഹാ മിസ്ബാഹ്, അതിൻ്റെ ഉള്ളിൽ ഒരു ദീപം കത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഉദാഹരണം പറഞ്ഞു നോക്കണേ. അൽ മിസ്ബാഹു ഫീ സുജാജ, ആ കത്തുന്ന ദീപമാണെങ്കിൽ ഒരു സ്ഫടികത്തിനുള്ളിലാണ്. ആ സ്ഫടികമോ വസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുരി, വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രം പോലെയുള്ള ഒരു സ്ഫടികം. ആ സ്ഫടികത്തിനുള്ളിലാണ് ഇത് കത്തിക്കൊണ്ടിരിക്കുന്നത്. യൂഖദു മിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ. ഇതിന് ഒരുപാട് അസ്റാറുകളുള്ള ആയത്താണിത്. ഇഷാറാത്തുകൾ ചർച്ച ചെയ്യുന്ന ആലിമീങ്ങളുണ്ട്. ആയത്ത് പറയുന്ന വാക്കുകൾക്കപ്പുറം അതിൽ മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളെ ചർച്ച ചെയ്യുന്ന റൂഹുൽ ബയാനിന്റെ ഒക്കെ ആലിമിനെ പോലെ ചില മഹാന്മാരായ മുഫസ്സിറുകളൊക്കെ ഉണ്ട്. അവര് അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ അസ്റാറുകളെ സംബന്ധിച്ച് പറയും. ബറക്കത്തുള്ളൊരു വൃക്ഷത്തിൽ നിന്നാണ് ഇത് കത്തിക്കപ്പെടുന്നത്. ആ വൃക്ഷമോ സൈതൂൻ ഒലിവ് വൃക്ഷമാണ്. ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ, അത് ഇറ്റ് ഈസ് നീദർ ഈസ്റ്റേൺ നോർ വെസ്റ്റേൺ, അത് കിഴക്കുള്ളതോ പടിഞ്ഞാറുള്ളതോ അല്ല. ഒരു കുന്നിന്റെ മുകളിൽ കിഴക്ക് വെളിച്ചവും പടിഞ്ഞാറ് വെളിച്ചവും കിട്ടുന്ന തരത്തിൽ നിൽക്കുന്ന ഒരു സൈതൂൻ. അതിലുണ്ടാകുന്ന എണ്ണ ഏറ്റവും നല്ല എണ്ണയാണ്. ആ എണ്ണയിൽ നിന്ന് കത്തിക്കപ്പെടുന്ന ഒരു വിളക്കാണ്. ആ വിളക്ക് ഒരു സ്ഫടിക സമാനമായ ഒരു നക്ഷത്രത്തെ പോലെ വെട്ടിത്തിളങ്ങുന്ന സ്ഫടികത്തിനകത്താണ്. യകാദു സൈതുഹാ യുദീ, ആ വിളക്കിന് കത്തിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണക്ക് തന്നെ പ്രകാശമുണ്ട്. വലൗലം തംസസ്ഹു നാർ, തീ കൊളുത്തേണ്ടതില്ല, ആ എണ്ണക്കു തന്നെ വെളിച്ചമുണ്ട്. നൂറുൻ അലാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം. അങ്ങനത്തെ പ്രകാശമാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഖൽബിന്റെ ഉദാഹരണമാണതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ മഅരിഫത്ത്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് ഏതെങ്കിലും ഒരു ഹൃദയത്തിലേക്ക് കയറിയാൽ ആ ഖൽബിന് കിട്ടുന്ന സ്ഫടിക സമാനമായ നൂറുണ്ട്, പ്രകാശമുണ്ട്. ആ പ്രകാശത്തിൽ നിന്നുകൊണ്ട് മറഞ്ഞത് കാണാനും അദൃശ്യ ലോകത്തേക്ക് എത്തി നോക്കാനും അടക്കം അള്ളാഹു കഴിവുകൾ നൽകുന്ന അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ ഔലിയാക്കന്മാർ, അള്ളാഹുവിന്റെ സച്ചരിതരായ സ്വാലിഹീങ്ങളായ ഇബാദുകൾ, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ, അവരുടെ കണ്ണുകൾക്ക് അതിരുകളില്ലാതെ അള്ളാഹു നൽകുന്ന ചില കഴിവുകളുണ്ട്. കാതുകൾക്ക് അതിരുകളില്ലാതെ കേൾക്കാൻ കഴിവ് നൽകുന്നുണ്ട്. ചിന്താമണ്ഡലങ്ങൾക്ക് അതിരുകളില്ലാത്ത ശേഷി അള്ളാഹു നൽകുന്നുണ്ട്. ഇതെല്ലാം അള്ളാഹു ചില സമൂഹത്തിലെ, ഈ ഉമ്മത്തിലെ ഖൈറുൽ ഖുറൂനിൽ അള്ളാഹു നൽകി പോന്നത്. ഈ ഉമ്മത്തിന്റെ ആദ്യ കാലഘട്ടം എത്ര ഖൈറാണ് എന്ന് മനസ്സിലാക്കി തരാനാണ്. അവരിലാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വന്ന ഇമാമുൽ ആലം വന്നത്. അവരിലാണ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു വന്നത്. അവരിലാണ് മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വന്നത്. ആ കാലഘട്ടത്തിലാണ് അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി വന്നത്.
ആ കാലഘട്ടത്തിന്റെ തൊട്ടുടനെയാണ് ഇമാം ബുഖാരി തങ്ങൾ വരുന്നത്, ഇമാം മുസ്ലിം എന്നിവർ വരുന്നത്, അബൂ ദാവൂദ് എന്നിവരും ഇമാം നസായിയും വരുന്നത്, ഇമാം തുർമുദി തങ്ങൾ വരുന്നത്. ഇവരെല്ലാം അല്ലാഹു നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറം, എത്തിപ്പിടിക്കാൻ കഴിയുന്നതിലപ്പുറം അത്യപൂർവമായ ഹൃദയത്തിന്റെ വിശാലതയും വെളിച്ചവും ഓർമ്മശക്തിയും കഴിവും ദിശനാ വൈഭവവും അല്ലാഹു നൽകിയ മുജ്തഹിദുകളാണ്. വലിയ വലിയ മഹാന്മാർ, മുജ്തഹിദുകളായി അറിയപ്പെടാതെ പോയ വേറെയും ആലിമീങ്ങളുണ്ട്. ഇമാം സുഹരി തങ്ങളെ പോലെയുള്ളവര്, ദാവൂദ് ലാഹിരി തങ്ങളെ പോലെയുള്ളവര്, മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങളെ പോലെയുള്ളവര്, അയ്യൂബ് സഖ്തിയാനി തങ്ങളെ പോലെയുള്ളവര്, മഹാനായ സുഫിയാൻ സൗരിയെ പോലെയുള്ളവർ, സുഫിയാൻ ബിൻ ഉയൈന തങ്ങളെ പോലെയുള്ളവർ, അവരൊക്കെ ഉമ്മത്തിന്റെ പ്രഗത്ഭരാണ്. അവരുടെയൊക്കെ ജീവിതവും അവരുടെയൊക്കെ വാക്കുകളും നമ്മൾ വായിച്ചു പോകുമ്പോൾ തോന്നിപ്പോകും, റബ്ബേ എവിടുന്നാണാവോ ഈ അറിവുകളൊക്കെ, എവിടുന്നാണോ ഈ ഇൽമുകളൊക്കെ ലഭിച്ചത്? या मकतब की करामत थी, ये फैजान नजर था, या मकतब की करामत थी, सिखाया किसने इस्माईल को आदाब फर्जंदी. എവിടെന്നാണ് ഇത് ലഭിക്കുന്നത്? മദ്രസയിൽ പഠിച്ചതാണോ? അല്ല. കോളേജിൽ പോയി പഠിച്ചതാണോ? അല്ല. ആരിൽ നിന്നാണ്, എവിടെ നിന്നാണ്? സയ്യിദുനാ ഇസ്മാഈൽ അലൈഹിസ്സലാമിന്, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിന്, അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക്, അല്ലാഹുവിന്റെ സച്ചരിതരായ ഇബാദുകൾക്ക് അല്ലാഹു ഇത്രമേൽ വൈഭവങ്ങൾ നൽകിയത് അല്ലാഹു നൽകുന്ന റബ്ബിന്റെ ഇടപെടലാണ്. ഹൃദയം ശുദ്ധമാകുമ്പോൾ അതൊരു കണ്ണാടി ചില്ല് പോലെയാണത്രേ. അങ്ങനത്തെ ശുദ്ധിയുള്ള ഉമ്മമാർ നമ്മുടെ ഉമ്മത്തിൽ ഒരുപാടുണ്ട്. ഒരുപാട് മരണപ്പെട്ടു പോയവരിൽ കാണും. അവര് പറയില്ലേ, മരിച്ചു പോയാൽ ഒരു നല്ല ഉമ്മയായിരുന്നുവത്, ഒരു നല്ല ഉപ്പയായിരുന്നുവത്. എന്തോ ഒരു നല്ല ഹൃദയമാണ്. നാട്ടുകാർക്ക് മുഴുവനും വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുത്തിരുന്ന ഉമ്മമാർ, നാട്ടുകാർക്ക് മുഴുവനും അന്നം കൊടുത്തിരുന്ന ഉപ്പമാർ, തറവാടുകൾ എത്ര ഉണ്ടായിരുന്നു നമ്മുടെ നാടുകളിൽ. സ്നേഹമാണവർക്ക്, കരുണയാണവർക്ക്, എല്ലാവരോടും അണമുറിയാത്ത സ്നേഹം. അങ്ങനെ കരുണയാൽ കരകവിഞ്ഞൊഴുകുന്ന കടലുകളായ എത്രയോ സജ്ജനങ്ങൾ നമുക്കിടയിലൂടെ കടന്നുപോയി. ആ ഹൃദയങ്ങൾക്ക് തെളിച്ചം ലഭിച്ചത് അവരുടെ ഇബാദത്തുകളും അല്ലാഹുവിലേക്ക് അവരടുത്തതും കാരണമാണ്. അതുകൊണ്ട് മുഅ്മിനെ, മനസ്സമാധാനത്തിന്, സക്കീനത്ത് ലഭിക്കുവാൻ അല്ലാഹു നമ്മുടെ മുമ്പിൽ തന്നിട്ടുള്ള വഴി അല്ലാഹുവിലേക്ക് അടുക്കുകയാണ്. هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم. ഈമാൻ വർദ്ധിക്കുമെന്നാണ് ഇമാം ബുഖാരി തങ്ങളുടെ ബാബ് തന്നെ, അൽ ഈമാനു യസീദു വയൻഖുസു. ഈമാൻ ഇബാദത്ത് കൊണ്ടും ത്വാഅത്ത് കൊണ്ടും അല്ലാഹുവിനെ അനുസരിക്കുന്നത് വർദ്ധിക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുമെന്നും, തിന്മകൾ വർദ്ധിക്കുന്നത് കൊണ്ട് ഈമാൻ കുറയുമെന്നും മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുവല്ലദീ അൻസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികൾക്ക് സമാധാനം ഇറക്കി കൊടുക്കുന്നവനാണ് അല്ലാഹു. നമ്മൾ ചോദിക്കൂലേ, നിസ്കരിച്ചാൽ സ്വർഗം കിട്ടും, നോമ്പെടുത്താൽ സ്വർഗം കിട്ടും. ഇവിടെ എന്താ കിട്ടുക? ഇവിടെ കിട്ടുന്നത് തന്നെ അസ്സകീന, മനസ്സമാധാനം ഉണ്ടാവും. മനസ്സമാധാനം ഉണ്ട്, അതല്ലേ ദുനിയാവിൽ വേണ്ടത്. ഇവിടെ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ അസ്സകീന, നല്ല സമാധാനം ഉണ്ടാകും, സന്തുഷ്ടമായ ജീവിതം. അല്ലാഹു ലനുഹയ്യന്നഹും ഹയാതൻ ത്വയ്യിബ. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല അസ്സകീനത അലൈഹിം വഅസാബഹും ഫത്ഹൻ ഖരീബാ. സമാധാനം ലഭിക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്ന ആയത്തുകളിൽ അഞ്ചാമത്തേതാണിത്. ആറാമത്തേത് ജഅലല്ലദീന കഫറു ഫീ ഖുലൂബിഹിമുൽ ഹമിയത ഹമിയതൽ ജാഹിലിയ്യ ഫഅൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ. ഈ ആറായത്തുകളും രാവിലെയും വൈകുന്നേരവും പതിവാക്കുക. അല്ലാഹു നമുക്ക് ജീവിതത്തിൽ, നമുക്കും മക്കൾക്കും കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും അല്ലാഹു സമാധാനം നൽകട്ടെ.
അള്ളാഹു സമാധാനം നൽകുക. ഒന്ന് ഓതി നോക്കൂ. വഖാല ലഹും നബിയുഹും ഇന്ന ആയത മുൽകിഹി അൻ യഅതിയകുമുത് താബൂത് ഫീഹി സകീനത്തും മിർ റബ്ബിക്കും. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിന്റെ, സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദൃഷ്ടാന്തങ്ങളായിരുന്ന അത്ഭുതങ്ങൾ അടങ്ങിയ ഒരു പെട്ടി മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് അള്ളാഹു വിജയത്തിന്റെ അടയാളമായി ജാലൂത്ത് എന്ന് പറയുന്ന മഹാനായ രാജാവിന് തെളിവായും സപ്പോർട്ടായിട്ടും സമാധാനമായിട്ടും അള്ളാഹു ഇറക്കി കൊടുത്തു. അതിനെ സംബന്ധിച്ച് പറയുന്ന ആയത്താണത്. 2 ثم أنزل الله سكينته على رسوله وعلى المؤمنين. 2 സൂറത്ത് തൗബ 26-ാമത്തെ ആയത്ത്. ആദ്യം പറഞ്ഞ സൂറത്തുൽ ബഖറയിലെ 248. 3 ഇത് യഖൂലു ലിസ്വാഹിബിഹി, നമ്മൾ ചൊല്ലുന്നുണ്ടോ? ഇത് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ فأنزل الله سكينته عليه وأيده بجنود لم تروها. സൂറത്തുൽ തൗബ തന്നെ 20 40-ാമത്തെ ആയത്ത്. 4-ാമത്തേത് സൂറത്തുൽ ഫത്ഹിലെ 4-ാമത്തെ ആയത്ത്. هو الذي أنزل السكينة في قلوب المؤمنين. هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم. هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم. 5 സൂറത്തുൽ ഫത്ഹിലെ 18-ാമത്തെ ആയത്ത്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അശ്ശജറതി ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല അസ്സകീനത അലൈഹിം വഅഥാബഹും ഫത്ഹൻ ഖരീബാ. 6-ാമത്തേത് സൂറത്തുൽ ഫത്ഹിലെ 26-ാമത്തെ ആയത്ത്. إذ جعل الذين كفروا في قلوبهم الحمية حمية الجاهلية فأنزل الله سكينته على رسوله وعلى المؤمنين. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകട്ടെ. അവൻ ഓർക്കുന്നവർക്ക് അള്ളാഹു സമാധാനം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണേ, അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ടാണ് ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാകുന്നത്. അറിയണമേ, അലാ അറിയണം, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതിനു മുമ്പ് അല്ലാഹു പറയുന്നത് സൂറത്തുർ റഅദ്, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയമാണ് താരം, ഹൃദയമാണ് പ്രാധാന്യം, ഹൃദയത്തിനാണ് സമാധാനം ഇറങ്ങേണ്ടത്. അല്ലാഹു പറയട്ടെ, അല്ലദീന ആമനൂ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ കാണാൻ നാളെ പോവുകയാണ് എന്ന ബോധമുള്ളവരും വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. ഭക്ഷണം കഴിക്കുമ്പോഴേ ബിസ്മില്ല, വെള്ളം കുടിക്കുമ്പോഴേ ബിസ്മില്ല, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിക്ർ, കയറാൻ പോകുമ്പോൾ ദിക്ർ, പള്ളിയിലേക്ക് കയറുമ്പോൾ ദിക്ർ, ഇറങ്ങുമ്പോൾ ദിക്ർ, വാഹനത്തിൽ കയറുമ്പോൾ നമുക്ക് ദിക്റുണ്ട്. അള്ളാഹുവിനെ ഓർക്കേണ്ടതുണ്ട്. അല്ലാഹുവേ, തുമ്മിയാൽ നമുക്ക് ദിക്റുണ്ട്. എന്തിനാണ് ദിക്റുകളില്ലാത്തത്? ഉറങ്ങുമ്പോൾ ദിക്റുണ്ട്, ഉണർന്നു കഴിഞ്ഞാൽ ദിക്റുണ്ട്, വുദു എടുക്കുമ്പോൾ ദിക്റുണ്ട്, എടുത്തു കഴിഞ്ഞാൽ ദിക്റുണ്ട്. നമ്മുടെ വിശുദ്ധമായ സ്വലാത്ത് നിസ്കാരം ആരംഭിക്കുമ്പോൾ, നിസ്കാരം കഴിഞ്ഞിട്ട്
അദ്കാറുകളുണ്ട്, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റുകളാണ് ഇതൊക്കെ. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. സത്യവിശ്വാസികൾക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നത് അല്ലാഹുവിനെ ഓർക്കുമ്പോൾ മാത്രമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണമേ, അല്ലാഹുവിനെ ഓർക്കുമ്പോഴാണ് മനസ്സമാധാനം ഉണ്ടാകുന്നത്. അല്ലാഹു നമുക്ക് ഖൽബിൽ സമാധാനം നൽകട്ടെ. അതുകൊണ്ട് നാവ് കൊണ്ട് ചൊല്ലാൻ പറ്റുന്ന ദിക്റുകളിൽ ഏറ്റവും ചെറിയ എളുപ്പമേറിയ ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. കലിമതാനി, ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹ് അവസാനിക്കുന്ന അവസാനത്തെ ഹദീസ്, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم. രണ്ട് വചനങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ? നാവുകൊണ്ട് പറയാൻ എളുപ്പമാണ്, തുലാസിൽ കനം തൂങ്ങുന്നതാണ്, നാവിന് കനം കുറഞ്ഞതാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വചനങ്ങൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അത് പറയാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? നമ്മുടെ ഒരു ഇബാദത്ത് കൊണ്ടോ നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ തുലാസിൽ കനം തൂങ്ങുന്ന പോലെ അതിലേറെ കനം തൂങ്ങാൻ കാരണമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഒന്നുകൂടെ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്നുകൂടെ അതിലേക്ക് ചേർത്ത് വെക്കുക. 4 ഇസ്തിഗ്ഫാറുകൾ ഞാൻ അവസാനിപ്പിക്കാം. 4 ഇസ്തിഗ്ഫാറുകൾ മറന്നു പോകരുത്. 4 ഇസ്തിഗ്ഫാറുകൾ ഡെയിലി ഒരു മനുഷ്യൻ ചെയ്യണമെന്നാണ്. 4 തവണ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. ഒന്ന് അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. 3 തവണ അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റബ്ബേ. നിസ്കാരം കഴിഞ്ഞാൽ 3 തവണ അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ഇനി 100 തവണ ഒരു ദിവസം ചൊല്ലണമെന്ന് നബി തങ്ങൾ പറഞ്ഞൊരു ഇസ്തിഗ്ഫാറുണ്ട്, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. അത് 100 മറ, 100 തവണയാണ്. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. പിന്നെ പറഞ്ഞു 3 തവണ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹല്ലദീ 3 തവണ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഒന്നുകൂടെ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അത് 3 തവണ. പിന്നെ ഒരിക്കൽ രാവിലെയും വൈകുന്നേരവും ഓരോ തവണ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. സയ്യിദുൽ ഇസ്തിഗ്ഫാർ. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت من قالها موقنا من قلبه. ഒരു മനുഷ്യൻ മനസ്സിൽ ഉറപ്പിച്ച് അല്ലാഹു എൻ്റെ പാപങ്ങൾ ഇത് ചൊല്ലിയാൽ പുറത്തു തരും എന്ന ഉറപ്പോടുകൂടെ ചൊല്ലുകയും ഫമാത മിൻ യൗമിഹി, ആ ദിവസം പകലിൽ മരിക്കുകയാണെങ്കിൽ രാവിലെ ഈ ദിക്ർ ചൊല്ലിയ ആളുകൾക്ക് സ്വർഗ്ഗമുറപ്പാണ്. മഗ്രിബ് കഴിഞ്ഞു ഓതി ആ രാത്രിയിൽ തന്നെ മരിക്കുകയാണ് സുബ്ഹിക്ക് മുമ്പെങ്കിൽ ആ രാത്രിയിൽ ഓതിയത് മനസ്സിൽ ഉറപ്പിച്ച് എൻ്റെ റബ്ബന്റെ പാപങ്ങൾ പൊറുക്കു തരും എന്ന ഉറപ്പിലാണെങ്കിൽ ആ മനുഷ്യന് സ്വർഗം ഉറപ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഇത് അറിയാത്തവര് നമ്മൾ കുട്ടികളോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നൊന്ന്
ഒന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ ഒന്ന് ഗൂഗിളിലോ സഫാരിയിലോ ഒന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടും ഇത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അതിൻ്റെ ഇമേജ് എടുത്താൽ മതി, അതിൻ്റെ ഫോട്ടോ എടുത്താൽ ഈ ദിക്ർ ശരിക്ക് കിട്ടും. അല്ലാഹുമ്മ അൻത റബ്ബ്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നതിൻ്റെ പേര്. ഈ 4 മഗ്ഫിറത്ത് റബ്ബിനോടൊരു ദിവസം നമ്മൾ ചോദിക്കൽ നിർബന്ധമാണ്. നിസ്കാരം കഴിഞ്ഞാൽ ഓരോ നിസ്കാരത്തിൻ്റെ പിറകെയും അസ്തഗ്ഫിറുല്ലാഹ് 3 വട്ടം, പിന്നെ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി 100 തവണ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബായ തങ്ങൾ ചൊല്ലിയിരുന്നതാണത്. അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി 100 തവണ. നമുക്കിപ്പോൾ ചൊല്ലാൻ സമയമില്ല. പിന്നെ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി 3 തവണ. പിന്നെ രാവിലെയും വൈകുന്നേരവും ഓരോ തവണ അല്ലാഹുമ്മ അൻത റബ്ബി എന്ന് തുടങ്ങുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരിലേക്ക് അടുക്കാനും മനസ്സിന് സമാധാനം നൽകാനും അല്ലാഹു നിശ്ചയിച്ച വഴി ദിക്റിലൂടെ, അല്ലാഹുവിൻ്റെ സ്മരണയിലൂടെ ഹൃദയത്തിൻ്റെ വെളിച്ചം വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ്. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഇന്ന് തിരക്കുകൾക്കിടയിൽ നമ്മൾ ഓടുകയാണ്. ഈ തിരക്കിനിടയിൽ അല്ലാഹുവിനെയും ദിക്റും സ്വലാത്തുകളും തസ്ബീഹുകളും അദ്കാറുകളും തഹ്ലീലുകളും നമ്മൾ മറന്നു പോകാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് ഈ ദിക്റുകളും വിശുദ്ധ ഖുർആൻ പാരായണവും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകളും നമ്മുടെ ജീവിതത്തിൻ്റെ ഊർജ്ജമായി, ഇന്ധനമായി കൊണ്ട് നടക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد سيد الأولين والآخرين صاحب الملأ الأعلى إلى يوم الدين. اللهم صل على خير نبيك وصفوة رسلك وخير الخلق أجمعين سيد العرب والعجم نبينا محمد صلى الله عليه وسلم سلم تسليما كثيرا مزيدا. الله നിങ്ങളുടെ സദസ്സിനെ നീ സ്വീകരിക്കണേ പടച്ചവനെ. നിങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ പടച്ചവനെ. ഇവിടെ ദുആ ഇറക്കാൻ ഒരുപാട് വസിയത്തുകളുണ്ട്. മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ, അല്ലാഹു അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്തവർ പടച്ചവനെ, അവർക്ക് മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് ചെയ്യണേ പടച്ചവനെ. ഉമ്മയുടെ അസുഖം ശിഫയാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർ, അല്ലാഹുവിൻ്റെ ഉമ്മയുടെ അസുഖം നീ ശിഫയാക്കി കൊടുക്കണേ പടച്ചവനെ. പരീക്ഷകളൊക്കെ ഉന്നത വിജയം നേടാനും കടം വീടാനും ഒക്കെ ദുആ ചെയ്യാൻ വേണ്ടി ദുആ വസിയത്തുണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കി അവരുടെ പരീക്ഷകളൊക്കെ നല്ല വിജയം നൽകണമേ തമ്പുരാനെ. ഞാൻ പറയാം, നമ്മുടെ ഓൺലൈനിൽ ഒരുപാട് ആളുകൾ പരിപാടി വീക്ഷിക്കുന്നവരുണ്ട്. ദുആ വസിയത്ത് അവിടെ എഴുതി അറിയിക്കുന്നവരുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ ഹലാലായ മുറാദുകളെ അല്ലാഹു ഹാസുലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അല്ലാഹു പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യട്ടെ. മകളുടെ വിവാഹം ശരിയാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അല്ലാഹു അവർക്ക് യോജിച്ച ഇണകളെ കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയ മകന് വേണ്ടി ദുആ ചെയ്യാൻ, അതുപോലെ തന്നെ മക്കൾക്ക് കല്യാണം ശരിയാവാനും ദുആ ചെയ്യാൻ ഒരു സഹോദരി വസിയത്തുണ്ട്. റബ്ബേ, ഇവിടെ മരിച്ചുപോയ മകൻ്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കണേ പടച്ചവനെ. അർഹമർ റഹീമേ, അവരുടെ മക്കൾക്ക് യോജിച്ച വിവാഹ ബന്ധങ്ങൾ നീ കൊടുക്കണമേ റബ്ബേ. കണ്ണിന് കാഴ്ച ലഭിക്കാൻ ദുആ ചെയ്യാൻ വസിയത്തുണ്ട് റബ്ബേ. കണ്ണിൻ്റെ കാഴ്ച നിലർത്തി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, പൂർവോപരി ആഫിയത്തിലും സമാധാനത്തിലും റാഹത്തിലും കണ്ണുകൊണ്ട് കാണാനുള്ള തൗഫീക്ക് നൽകണേ റബ്ബേ. മരണപ്പെട്ട മകൻ മുബാറക്കിന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു മുബാറക്ക് എന്ന മോനെ നീ മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യണേ റബ്ബേ. മോൻ്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ലാഹ്. മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, മരണപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും സഹോദരിക്കും വേണ്ടി ദുആ ചെയ്യാൻ, മരണപ്പെട്ട KT അലവിക്കുട്ടി ഹാജിക്ക് വേണ്ടി ദുആ ചെയ്യാൻ, അതുപോലെ തന്നെ മരണപ്പെട്ട മകൻ ഫാസിലിന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ, അല്ലാഹുവർക്കൊക്കെ നീ മഗ്ഫിറത്ത് ചെയ്യണേ അല്ലാഹ്. അവരുടെയൊക്കെ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് ഖബറുകളെ നീ പ്രകാശിപ്പിക്കണേ റബ്ബേ. മകന് അപ്പൻഡിക്സിൻ്റെ വേദനയുണ്ട്, വിഷമമാണെന്ന് പറഞ്ഞു. അല്ലാഹുവേ, നീ സുഖം നൽകണേ, ശിഫ നൽകണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിനിടയ്ക്ക് നമ്മുടെ 1-2 പരിപാടികൾ നടക്കാൻ പോകുന്നുണ്ട്. ഇപ്പം അടുത്ത ദിവസം നമുക്കിവിടെ ജനുവരി 26-ന് നമ്മുടെ വേങ്ങര തന്നെ ഒരു പരിപാടി വരുന്നുണ്ട് അല്ലേ? 25-ാം തീയതി അല്ലേ? ജനുവരി എന്താണ് പറയല്? സബാ സ്ക്വയർ വേങ്ങര കുറ്റാലൂരിൽ ഇൻഷാ അല്ലാഹ് സബാ സ്ക്വയറിൽ പരിപാടിയുണ്ട് ജനുവരി 25-ന്. അതോടൊപ്പം അതിൻ്റെ മുമ്പ് ജനുവരി 18-ന് വടക്കാങ്ങര കണ്ടംപറമ്പ് നിഅമ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു സംവിധാനമുണ്ട്.
മുതഅല്ലിമീങ്ങൾക്ക് വളരെ മനോഹരമായ നമ്മുടെ പുരാതന ദർസ് സംവിധാനത്തിലൂടെ ഇൽമും സർവ്വ കഴിവുകളും നൽകി സാത്വികരായ പണ്ഡിതരായി വാർത്തെടുക്കുന്ന ഒരു വലിയ സംവിധാനം നമ്മുടെ വടക്കാങ്ങര കോളേജിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ വാർഷിക പരിപാടിയാണ് ജനുവരി 18 ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാവരെയും സംഘാടകർക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഖായുടെ പ്രവർത്തകർക്ക് മൊമെൻ്റോ ഇവിടെ സമ്മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആളുകൾ ഒന്ന് സ്റ്റേജിലേക്ക് പെട്ടെന്ന് വരണം. നമ്മുടെ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വിഖായ വോളണ്ടിയർമാർ, അവരുടെയൊക്കെ സേവനങ്ങളെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. നമ്മുടെ നാടുകളിൽ ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ എല്ലാ ദുരന്ത പ്രദേശങ്ങളിലേക്കും ഓടിച്ചെന്ന് ഊണും ഉറക്കുമില്ലാതെ ശരീരത്തിൻ്റെ അവശതകൾ പോലും നോക്കാതെ പ്രവർത്തിച്ചവരാണ് നമ്മുടെ വിഖായ വോളണ്ടിയർമാർ. അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളിൽ ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. അള്ളാഹു ഉന്നതമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. അവർക്ക് കൊടുക്കേണ്ട മൊമെൻ്റോ ഇവിടെ സമ്മാനിക്കുകയാണ്. പെട്ടെന്ന് ആരാണ് അതിൻ്റെ ആളുകളെ വിളിക്കുക? ഇൻഷാ അല്ലാഹ് മൈക്ക് പോയിന്റിലേക്ക് വന്നോളൂ. നിങ്ങൾ പറഞ്ഞോളൂ ആരൊക്കെ ആരാണ് വിളിക്കുക? എത്ര പേരുണ്ട്? അതെ, ഒരാൾക്ക് കൊടുത്താൽ വിഖായയുടെ കൺവീനർ, കോർഡിനേറ്റർ റഷീദ് മുസ്ലിയാർ എല്ലാവർക്കും വേണ്ടി ഏറ്റുവാങ്ങുന്നു. ആരും പോവരുത്, ദുആ കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ. കഴിഞ്ഞു, ദുആ ആണ് അടുത്തത്. അതോടൊപ്പം തേൻകുപ്പി വാങ്ങിയ ആളുകൾ പൈസ കൊടുക്കാൻ ബാക്കിയുള്ളവർ സംഘാടകരുടെ കയ്യിൽ പിന്നീട് എത്തിച്ചാൽ മതി. അടുത്ത മജ്‌ലിസ് നൂറിൻ്റെ മുമ്പായിട്ട് അത് എത്തിക്കാമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ്. اللهم صل على سيدنا محمد الخاتم لما سبق والفاتح لما أغلق والناصر الحق بالحق والهادي إلى صراطك المستقيم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. റഹ്മാനായ ഞങ്ങളുടെ യജമാനനും ഉടമസ്ഥനുമായ അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ സദസ്സ് അവസാനിക്കുകയാണ്. റഹ്മാനേ, ഞങ്ങൾ പറഞ്ഞതും ചൊല്ലിയതും കേട്ടതുമെല്ലാം അല്ലാഹുവേ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. ഈ സദസ്സിൽ പറയപ്പെട്ട എല്ലാ നന്മകളും നീ സ്വീകരിക്കണേ റബ്ബേ. പിഴവുകളോ തെറ്റുകളോ സംഭവിച്ചു പോയതൊക്കെ നീ മാപ്പ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരങ്ങൾ കൊണ്ട് ചെയ്തു പോയ തെറ്റുകൾ ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും അല്ലാഹു ഞങ്ങളുടെ ചിന്തകളിലും വന്നുപോയ എല്ലാവിധ ഖതീഅത്തുകളും ഞങ്ങൾക്ക് നിരുപാധികം ഈ വിശുദ്ധമായ റജബിൻ്റെ പുണ്യം കൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. റഹ്മാനേ, ഈ സദസ്സിലിരിക്കുന്ന ഒരുപാട് ആളുകൾ രോഗികളുണ്ട് റബ്ബേ. അവരുടെ ബന്ധുക്കളിൽ രോഗികളുണ്ട്. അല്ലാഹുവേ, നീ അവർക്ക് ശിഫ കൊടുക്കണമേ തമ്പുരാനെ. എൻ്റെ സുഹൃത്ത് കാശിഫിൻ്റെ ഉമ്മ മാനസികമായും ശാരീരികമായും അസ്വസ്ഥതകളും വിഷമതകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അല്ലാഹുവേ, ഉമ്മാക്ക് നീ പരിപൂർണമായി ശിഫ കൊടുക്കണേ റബ്ബേ. ശിഫ കൊടുക്കണേ റബ്ബേ. ശിഫ കൊടുക്കണേ റബ്ബേ. ശിഫ കൊടുക്കണേ റബ്ബേ. റഹ്മാനേ, ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത ഒരുപാട് രോഗികൾ, വസിയത്ത് ചെയ്യാത്തവർ, അത് ഏൽപ്പിക്കാൻ അറിയാത്തവർ, അങ്ങനെ ഒരു എഴുത്തും തരാൻ പോലും സാധിക്കാത്തവർ, റഹ്മാനേ, ഈ പരിപാടി ലൈവ് വീക്ഷിക്കുമ്പോഴും ഒന്ന് കമൻ്റ് ചെയ്യാനോ ഒന്ന് എഴുതാനോ ഒന്ന് എഴുതി അറിയിക്കാനോ ദുആ വസിയത്ത് തരാനോ ഒന്നും കഴിയാത്തവർ വരെ ഉണ്ടാകും. അല്ലാഹുവേ, എല്ലാവരെയും നീ അറിയുന്നവനാണ്. അല്ലാഹു, എല്ലാവരുടെയും വിഷമങ്ങൾ നീ പരിഹരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, രോഗം നൽകുന്നതും തിരിച്ചെടുക്കുന്നതും നീ തന്നെയാണല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ നീ വലിയ വലിയ രോഗങ്ങളെ കൊണ്ടോ വേദന സഹിക്കാൻ പറ്റാത്ത അസുഖങ്ങളെ കൊണ്ടോ നീ പരീക്ഷിക്കരുതേ തമ്പുരാനെ. അല്ലാഹുവേ, ക്യാൻസർ പോലുള്ള അസുഖങ്ങളെ കൊണ്ട് നിങ്ങൾ ആരെയും പരീക്ഷിക്കല്ലേ റബ്ബേ. എല്ലാവർക്കും ശിഫ കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു, മെഡിക്കൽ കോളേജുകളിലും RCCയിലും അങ്ങനെ MVRലും ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ക്യാൻസർ രോഗികളായി കിടക്കുന്ന എത്രയോ മനുഷ്യരുണ്ടല്ലോ. അല്ലാഹു, എല്ലാവർക്കും ശിഫ കൊടുക്കണേ റബ്ബേ. അവരൊക്കെ ചികിത്സിക്കുന്ന കൂടെ നടക്കുന്ന ബന്ധുക്കളുണ്ട് റബ്ബേ.
നഴ്സുമാരും ഡോക്ടേഴ്സും ഉണ്ട് പടച്ചവനെ. അവരുടെയൊക്കെ സേവനങ്ങൾ നീ സ്വീകരിക്കണേ പടച്ചവനെ. കാരുണ്യവാനായ റബ്ബേ, അല്ലാഹുവേ നീ ഞങ്ങളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ശരീരത്തിന് പരിപൂർണമായ ആഫിയത്ത് മരണം വരെ നിലനിർത്തി തരണേ റബ്ബേ. ഇസ്സത്ത് നൽകണേ തമ്പുരാനെ, ഇസ്സത്ത് നൽകണേ തമ്പുരാനെ, ആഫിയത്ത് നൽകണേ റബ്ബേ, സലാമത്ത് നൽകണേ പടച്ചവനെ. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. കടങ്ങളിൽ കുടുങ്ങിയ അവസ്ഥയിൽ നിന്ന് കാക്കണേ പടച്ചവനെ. കടങ്ങൾ വിടാനുള്ള വഴി ഞങ്ങൾക്ക് എളുപ്പമാക്കി താ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വനഊദു ബിക മിനൽ അജ്സി വൽ കസലി വനഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വനഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹരി റിജാൽ. അർഹമർ റഹീമേ, നീ ഞങ്ങളെ സഹായിക്കണേ റബ്ബേ. അല്ലാഹു, നിന്റെ സഹായം ഞങ്ങൾക്കുണ്ടാകണേ പടച്ചവനെ. നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ തമ്പുരാനെ. നിന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങൾ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങളുടെ കൽബുകളെ നീ വൃത്തിയാക്കി തരണേ പടച്ചവനെ. അഹങ്കാരമോ ഇജാബോ ഉജ്ബോ കിബറോ ഒന്നുമില്ലാത്ത മുഅ്മിനീങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ അല്ലാഹ്. ഇബാദത്തിൻ്റെ തൗഫീഖ് നൽകണേ റബ്ബേ. അഅമാലുകളെ നീ കബൂൽ ചെയ്യണേ പടച്ചവനെ. നിന്നോട് ദുആ ചെയ്യാനുള്ള തൗഫീഖ് വർദ്ധിപ്പിക്കണേ പടച്ചവനെ. അല്ലാഹു, നിനക്ക് സുജൂദിൽ കിടന്ന് ഒരുപാട് നിനക്ക് സുജൂദ് കൊണ്ട് ഇബാദത്ത് ചെയ്യാനുള്ള ഭാഗ്യം, സുന്നത്ത് നിസ്കരിക്കാനുള്ള സൗഭാഗ്യം, സുന്നത്ത് നോമ്പനുഷ്ഠിക്കാനുള്ള ഭാഗ്യമൊക്കെ നൽകണേ റബ്ബേ. ഈ വിശുദ്ധമായ റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. റമളാനിലെ ഞങ്ങളിലേക്ക് എത്തിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കളിൽ പഠിക്കുന്നവർക്കൊക്കെ നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും അറിവും വിവരവും വിജയവും നൽകണേ പടച്ചവനെ. ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഖൈറായ മഈശത്ത് നൽകണേ റബ്ബേ. പ്രവാസികളായ ഞങ്ങളുടെ സഹോദരങ്ങളോട് നീ റഹ്മത്ത് കാണിക്കണേ പടച്ചവനെ. കച്ചവടക്കാർക്ക് നീ ബറക്കത്ത് ചെയ്തു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു, ഇവിടുത്തെ പ്രവർത്തകന്മാർ, ഇവിടുത്തെ SY സൂരകം പുല്ലഞ്ചാൽ ശാഖ കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടുത്തെ സമസ്തയുടെ കോർഡിനേഷൻ ഊരകം കമ്മിറ്റി പുല്ലഞ്ചാൽ കമ്മിറ്റി ഭാരവാഹികൾ അടക്കം ഇവിടുത്തെ വിഹായ വളണ്ടിയേഴ്സ്, റഹ്മർ റഹീമി മജ്ലിസുൻ നൂറുമായി ബന്ധപ്പെട്ട് ഇടപഴകി അതിന് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദുമാരടക്കം അതിൽ ഹാദുര്യങ്ങളാകുന്ന സഹോദര സഹോദരിമാർ, റഹ്മർ റഹീമി എല്ലാവർക്കും നിൻ്റെ മഹദായ ഫضല് കൊണ്ട് വലിയ പ്രതിഫലം രണ്ട് ലോകത്തും നൽകണമേ റബ്ബേ. ഞങ്ങൾക്കൊക്കെ അല്ലാഹു നിൻ്റെ തൗഫീഖ് നൽകണേ റബ്ബേ. നിന്നെ ഓർക്കാനും ദിക്റ് ചൊല്ലാനും നിൻ്റെ ഖുർആൻ പാരായണം ചെയ്യാനും ഹൃദയത്തിന് നൂറും വെളിച്ചവും ഉണ്ടാകാനും അല്ലാഹു ഞങ്ങൾക്ക് നീ അതിൻ്റെ വഴികളെ അസ്ബാബുകളെ നീ എളുപ്പമാക്കി തരണമേ അല്ലാഹ്. മരണം ആസന്നമാകുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹുവേ, മരണം ഞങ്ങൾക്ക് ഖൈറാക്കി തരണേ പടച്ചവനെ. ഞങ്ങളുടെ ഹാത്തിമത്തെ നീ ഖൈറാക്കി തരണേ പടച്ചവനെ. അല്ലാഹുവേ, ഹബീബായ തങ്ങളുടെ മുഖം കണ്ട് ഭരിക്കുന്ന ഭാഗ്യം നൽകണേ റബ്ബേ. അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് നാളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. നാളെ അതിൻ്റെ ലിഖാ കണ്ട് സന്തോഷിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മരിച്ചുപോയല്ല, അവരുടെ ഖബറിടങ്ങളെ നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളും നാളെ ഖബറിലേക്ക് വരുമ്പോൾ ആ ഖബറിടം ഞങ്ങൾക്കും നീ സുഗന്ധമാക്കി അല്ലാഹുവേ സ്വർഗമാക്കി തരണേ പടച്ചവനെ. നാളെ നിന്നെ കണ്ടുമുട്ടുന്ന നാൾ വരേക്കും കുറഞ്ഞ സമയം വിശ്രമിക്കുന്ന പോലെ അല്ലാഹുവേ ഖബറിൽ കഴിയുന്ന ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ഈ ഉമ്മത്തിനെ നീ കാക്കണേ റബ്ബേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളോട് റഹ്മത്ത് കാണിക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ റഹം ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മതൻ ആമ്മ. അല്ലാഹുമ്മ റഹം ഉമ്മത നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മതൻ ആമ്മ. അല്ലാഹുമ്മ റഹം ഉമ്മത നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി وسلم رحمة عامة. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه وسلم. وبفضله صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. جزاكم الله خيرا. السلام عليكم ورحمة الله وبركاته. നമ്മുടെ ഈ പ്രൗഢ മനോഹരമായ സംഗമത്തിന് വിജയിപ്പിക്കാൻ